നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന സ്വർഗീയ അപ്പച്ച, ഇന്ന് വരെ വഴി നടത്തിയതിനും ചേർത്ത് പിടിച്ചതിനൊക്കെ നന്ദി പറയുകയാണ്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വേദനകളും ആവശ്യങ്ങളും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് അപ്പച്ച. പലപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിന്ന് പോയിട്ടുണ്ട്. പല വേദനകളുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങ് മാത്രമാണ് ആശ്രയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. അമ്മേ മാതാവേ, അമ്മയുടെ തിരുനാളിന് വേണ്ടി ഞങ്ങൾ ഓരോ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരുക്കം സാധ്യമാകുന്ന ഇന്നേ ദിവസത്തിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? ഒരു തിരുനാളിൻ്റെ നിറവിലാണോ നിങ്ങളൊക്കെ? ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പം എല്ലാ ദിവസവും ഇങ്ങനെ മാതാവിൻ്റെ തിരുനാൾ വരുന്നുണ്ട്. എല്ലാ ദിവസവും പ്രസംഗങ്ങളാണ്, എല്ലാ ദിവസവും ധ്യാനങ്ങളുള്ളതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു 7 ദിവസമൊക്കെ ആയിട്ട്, ഇപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് എല്ലാ ദിവസവും പ്രസംഗങ്ങളാണ്. ഇനി നാളെയുണ്ട്, നാളത്തെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഈ പഴയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ, പഴയ തീർത്ഥാടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പഴയതെന്ന് ഉദ്ദേശിച്ചത് പുരാതനമായ ഈ പള്ളിയിൽ വരാൻ ഒരു അവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ വന്നപ്പോൾ തന്നെ നോക്കി മുകളിലേക്ക് കേട്ടോ. ഇതിപ്പോൾ പഴയ പള്ളിയിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് തേക്കായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ നോക്കി ഇതാണ് സൂപ്പർ കേട്ടോ. ഞാൻ ചിന്തിക്കാറില്ല, ഇപ്പോൾ സാധാരണ പള്ളികളൊക്കെ ചെന്ന് ഒടുക്കത്തെ ചൂടായിരിക്കും. ഇവിടെ ഇച്ചിരി ഇങ്ങനെ തണുപ്പിൻ്റെ കാരണം ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. വളരെ രസമാണ് അത് കാണാൻ. നിങ്ങൾ നോക്കാറില്ലേ? ഞാൻ കാണിക്കുന്നുണ്ട് പലതും നോക്കണേ. ഇങ്ങനെയൊക്കെ ഒരു സാധനം ഇവിടെ ഉണ്ടോയെന്ന്. സാധാരണ മുകളിലേക്കൊക്കെ ഇടയ്ക്ക് നോക്കണം കേട്ടോ. താഴേക്ക് മാത്രം നോക്കി നടന്നാൽ പോരാ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, താഴേക്ക് നോക്കുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ, മുകളിലേക്ക് നോക്കുന്നവർ ഇന്ന് വളരെ കുറവാണ്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപാകതയും ബുദ്ധിമുട്ടും കേട്ടോ. നമ്മളൊക്കെ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈൽ എങ്ങോട്ട് നോക്കണേ? താഴേക്ക്. പ്രശ്നങ്ങൾ എങ്ങോട്ട് നോക്കണേ? താഴേക്ക്. സങ്കടങ്ങൾ എവിടേക്കാണ് നോക്കണേ? താഴേക്ക്. നമ്മളെപ്പോഴും കരയുന്നത് ഇതിനോർത്തിട്ടാ, പാസ്റ്റിൽ നടന്നുപോയ സങ്കടങ്ങളെ ഓർത്തിട്ടാ. ശരിയല്ലേ? മുമ്പിൽ നിൽക്കുന്ന സങ്കടങ്ങളെ ഓർത്തിട്ടാണോ നമ്മൾ കരയണേ? അല്ല. നമ്മളെപ്പോഴെങ്കിലും മുകളിലേക്ക് നോക്കാറുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും പ്രശ്നങ്ങളിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കണേ. താഴേക്ക് 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 നോക്കിക്കൊണ്ടിരിക്കണേ. മുകളിലേക്ക് നോക്ക്. ഒന്ന് മുകളിലേക്ക് നോക്കി കണ്ട്. ഇതുകൊണ്ടൊരു പാഠം ഞാൻ പഠിപ്പിച്ചില്ലേ? ഞാൻ ഇത് ഒരുങ്ങി വന്നൊന്നല്ല, എന്നാലും പറഞ്ഞതാ കേട്ടോ. നമ്മളെപ്പോഴും സങ്കടപ്പെടുന്നത് കൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു പ്രശ്നം ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. വരാൻ പോകുന്ന പ്രശ്നത്തെ ഓർത്തിട്ടാണോ നമ്മൾ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത്? അല്ല. കഴിഞ്ഞു പോയ സംഭവത്തെ ഓർത്തിട്ടാണ് നമ്മൾ കരയണേ. ജീവിതത്തിൽ എപ്പോഴും കുടുംബം അങ്ങനെയല്ലേ? അതെ. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ ദേവാലയത്തിലിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എബ്രാഹിം അച്ഛനല്ലേ, ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഓർക്കുക. ഞങ്ങളെ മേൽ പരിചയമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ തൊട്ട് അടുത്ത് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അങ്കമാലിക്കാരനാണെങ്കിലും സമയിച്ചിട്ട് ലേറ്റായി പോയത് എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നതാ. നിങ്ങൾ ഓർക്കണം ഞാൻ എപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവുമെന്ന്. എപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും? 5:45 ഇറങ്ങിയൊന്നുമില്ല. അത്രയൊന്നും വേണ്ട. അത്രയൊന്നുമില്ല കേട്ടോ. ഒരു 7:45 കഴിഞ്ഞ് ഇപ്പോഴേക്ക് ഇറങ്ങിപ്പോന്നതാ. മൂവാറ്റുപുഴയൊന്നും പോയില്ല. അങ്കമാലിയിൽ നിന്ന് നേരെ കാക്കനാട് വഴി, കാക്കനാടിൽ നിന്ന് നേരെ കോട്ടയം കയറും. തൃപ്പൂണിത്തുറ കട്ട് ചെയ്ത് കോട്ടയം കയറും. കോട്ടയം നിന്ന് ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, നേരെ ഇങ്ങോട്ട് കയറി. അതാണ് റൂട്ട്. ഞാൻ സ്പീഡിൽ പിടിക്കുന്നതുകൊണ്ട് ഈ ഗൂഗിൾ ചേച്ചി പറഞ്ഞുതരും എല്ലാം. ചേച്ചി പറയണതുകൊണ്ട് എല്ലാം പോണേ കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് വെൺമണിയൊന്നും അറിയത്തില്ല. പക്ഷേ ഇത് പലരോടും ഞാൻ ഇന്നലെ പറഞ്ഞു, എനിക്ക് ഈ റൂട്ട് കിട്ടാത്തതിൻ്റെ ലേവശ്യം വന്നപ്പോൾ ഞാൻ കൂടുതൽ അച്ഛന്മാരും അത് പഴയ പള്ളി വെച്ചിനുവേ. അപ്പോൾ എനിക്കറിയാവുന്ന കുറേ അച്ഛന്മാരുണ്ട് നിങ്ങളുടെ ഈ സഭയിൽ കേട്ടോ. ഓർത്തഡോക്സ് സഭയിൽ ഇഷ്ടംപോലെ അച്ഛന്മാരുടെ എനിക്കറിയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും ചോദിച്ചു. അപ്പോൾ പലരും പറഞ്ഞു, ജിനു വെച്ചാൽ അത് പഴയ പള്ളിയാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അച്ഛനത് വഴിയെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അച്ഛൻ ഗൂഗിൾ മാപ്പ് ഇട്ട് പോക്കോ. ഇന്നതൊക്കെ പറഞ്ഞു തന്നു. ചെങ്ങന്നൂർ ചെന്നിട്ടാണ് അച്ഛൻ നോക്കണ്ടേ. ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ കഴിഞ്ഞിട്ട് അച്ഛൻ നോക്കിക്കോ, കൃത്യമായിട്ട് കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നതാ. 2 പ്രാവശ്യം വഴിയേറ്റി, എങ്കിലും കുഴപ്പമില്ല, കൃത്യമായിട്ട് എത്തിച്ചു ഗൂഗിൾ ചേച്ചി കേട്ടോ. ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഓക്കെ, ഒത്തിരി സന്തോഷം അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക്. ലേറ്റായി പോയതിന് അച്ഛനോട് ക്ഷമിച്ചേക്കണം കേട്ടോ. കുഴപ്പമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. ഞാൻ അങ്കമാലിക്കാരനാണ്. അപ്പോൾ ഭാഷയ്ക്ക് ഇച്ചിരി നീട്ടും കുറുക്കലും ഒക്കെ ഉണ്ടാവും കേട്ടോ.
ഞാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ചിലപ്പോൾ ഇവിടെ പച്ച തെറിയായിരിക്കും. നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ തെറിയായിട്ട് പറയുന്നതാണ്. ആണോ? അല്ല. എനിക്ക് ഭാഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ചില വാക്കുകൾ, ഇപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് മിക്കവാറും ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുന്ന മനുഷ്യനാണ്. പത്തനംതിട്ടയിൽ ഇഷ്ടം പോലെ. ഇത് പത്തനംതിട്ടയാണോ? അല്ലല്ലോ. ഇത് ആലപ്പുഴ തന്നെയാണോ? ആലപ്പുഴ ബോർഡറാണ്. ആലപ്പുഴ ജില്ല. ഓ, അന്ന് കുഴപ്പമില്ല കേട്ടോ. അത് വെള്ളമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ. അപ്പോൾ ഈ പാലക്കാടൊക്കെ ചെന്ന് കഴിഞ്ഞാലും തിരുവനന്തപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഇവരെന്ത് ചോദിച്ചാലും ഓ എന്ന് പറയും. ഓ ഓ നിങ്ങളങ്ങനെ ചെയ്യില്ലേ? ഓ, എല്ലാത്തിനും ഓ പറയും ഇവർ. ഞങ്ങൾ അങ്കമാലിക്കാരും ഓ പറയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറഞ്ഞാൽ കളിയാക്കണേനെ തുല്യ. ഞങ്ങളുടെ നാട്ടിൽ ഓ ഇങ്ങനെയാ, ഓ ഓ. തിരുവനന്തപുരത്ത് ചെന്നാൽ അവർ പറയുന്നത് ഓ എന്ന് വേറെ അർത്ഥമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ ചെന്നത് മുക്കോലം എന്ന് പറഞ്ഞൊരു പള്ളിയിലാണ് പ്രസംഗിക്കാൻ ചെല്ലണേ. പ്രസംഗിക്കാൻ ചെന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇപ്പോൾ ധ്യാനമാണ്, കൺവെൻഷനാണ്, 3 ദിവസത്തെ കൺവെൻഷൻ പ്രസംഗിക്കാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തില്ലേ? അപ്പോൾ സ്തുതിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, കരങ്ങൾ ഉയർത്തില്ലേ? അപ്പോൾ അവർ പറഞ്ഞു ഓ. രണ്ടാമത് അപ്പം ഞാൻ നിന്നാണ്, എനിക്കൊരു നാണം മാനില്ല, ടൈറ്റായതുകൊണ്ട് ഇങ്ങനെ നിന്ന് എന്തുകൊണ്ടെങ്കിലും പറയും. അപ്പോൾ രണ്ടാമത് അവർ ഞാൻ ചോദിച്ചു സ്തുതിക്കില്ലേ? അപ്പോൾ അവരപ്പോഴും പറഞ്ഞു ഓ. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എഴുന്നേറ്റേക്കില്ലേ? അപ്പോൾ അപ്പോഴും പറഞ്ഞു അവർ ഓ. ഞാനാണെങ്കിൽ നിന്ന് പുഴുക ഈ ഓന്ന് കേട്ടിട്ട്. അപ്പോൾ എനിക്ക് ഈ പരങ്ങണ കണ്ടിട്ട് അവിടുത്തെ വികാരിച്ച് കൊച്ചച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിനുവച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛാ ഇവരെന്ത് എല്ലാത്തിനും ഓന്ന് പറയണേ. അപ്പം അവർ പറഞ്ഞു എൻ്റെ കൊച്ചച്ഛനോട് പറഞ്ഞു, ജിനുവച്ചാ ഇവിടെ എല്ലാവരും ഓന്ന് പറയുന്നത് യെസ് എന്ന് പറയണതിന് തുല്യമാണ്. എനിക്ക് അന്നാ ഈ ബോധ്യം തന്നെ. പല സ്ഥലങ്ങളിലും പല ഭാഷയാണ്. ചില വാക്കുകൾക്ക് ചിലയിടത്ത് പച്ചത്തെറിയാ. ഞാൻ ഈ കൊല്ലത്ത് കൈകീട്ടി ഈശോയുടെ ഒരു പള്ളിയുണ്ട്. ഈ ഒരു ഈശോയുടെ പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. കൊല്ലം രൂപതയിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് കൈകെട്ടി ഈശോയുടെ ഒരു പള്ളി. ആ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നേക്കാം 3 ദിവസത്തെ കൺവെൻഷന് പ്രസംഗിക്കാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കണ കേട്ടിട്ട് മുമ്പിലിരിക്കുന്ന ഒരു ചേച്ചി ഇതിങ്ങനെ കൈപിടിക്കുക. ഞാൻ വിചാരിച്ചു കർത്താവേ അനുഗ്രഹം കൊണ്ടായിരിക്കും ചിലപ്പോൾ ചേച്ചി പിടിക്കണേ. ഇങ്ങനെ പിടിക്കണ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് നെഞ്ചത്തിട്ട് ഇടിക്കണുണ്ട്. ഞാൻ വിചാരിച്ചു കൺവെൻഷനാണല്ലോ, അഭിഷേകം വരുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചേച്ചി ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കണേ. ഞാനാണെങ്കിൽ അച്ചാലും മുച്ചാലും പറഞ്ഞുകൊണ്ടിരിക്കുക, ചേച്ചിയാണെങ്കിൽ ഇടിയുടെ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുക. പ്രസംഗം കഴിഞ്ഞിട്ട് ഈ ചേച്ചി സുഖപ്പെടല്ല. പ്രസംഗം കഴിഞ്ഞിട്ട് ഈ ചേച്ചി എഴുന്നേറ്റ് പോയി, ഞാൻ എഴുന്നേറ്റ് പോയി. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ നേരത്ത് എൻ്റെ മുന്നിക്കൂടെ ഈ സാധനം പാസ് ചെയ്തു. അപ്പോൾ ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്തുട്ടാ ഇതിനെ മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ ഇതിൻ്റെ അകത്ത് നിന്നിട്ടുള്ളേ? അപ്പോൾ ഈ മുതൽ എന്നെ നോക്കിയിട്ട് പറയാ, എൻ്റെ പൊന്നച്ചാ ആ അഴുത്താരെ നിന്നിട്ട് എന്നാ തെറിയ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്നറിയോ, ഭാഷയ്ക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്ന ചില ഡയലോഗുകളും ചില വാക്കുകളും ഇവിടെ എന്തായിരിക്കും തെറിയായിരിക്കും. ഞാൻ തെറിയായിട്ട് പറയുന്നതാണോ? അല്ല. നിങ്ങളങ്ങനെ സ്വീകരിക്കോ? ഇല്ല. സന്തോഷം കേട്ടോ. അപ്പം എനിക്ക് എന്തും പറയാലോ. ഓ ദൈവമേ കാത്തു. എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും ക്ലാസ്സില്ലേ? ഇല്ലേ? ഉണ്ടോ? ക്ലാസ് ഉണ്ടെങ്കിലും പോവാതെ വന്നേക്കാണ്. ഓ ഒന്ന് കൈയടിച്ച് പിള്ളേർക്ക് വേണ്ടി. ക്ലാസ് ഉണ്ടെങ്കിലും നിങ്ങൾ കൈയടിക്കാൻ പറഞ്ഞ് ഇങ്ങനെ അടിക്കുള്ളൂ. ഇന്ന് മര്യാദയ്ക്ക് അടിക്കി. ഓക്കെ, ഇത്ര ശബ്ദമുള്ളൂ. പ്രോത്സാഹിപ്പിക്കാൻ അറിയാൻ പാടുള്ള ഒരാളെ 3 പേര് സ്റ്റാൻഡപ്പ്. തിരിഞ്ഞെന്നേ ഈ പിള്ളേർക്കൊരു നല്ല കൈഡി കൊടുത്തേ. ചില ചേച്ചിമാർ എൻ്റെ കൊച്ചാണെന്ന് നോക്കണേ. കാരണം സ്കൂളിൽ വിട്ടിട്ടുണ്ട്, പലതും പോയിട്ടുണ്ടാവില്ല, ഉറപ്പില്ല. അതുകൊണ്ടാണ് ഇരിക്കി കേട്ടോ, 3 ഇരിക്കി. എനിക്കുണ്ടല്ലോ ഈ കുടുംബസംഗമത്തിന് ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒത്തിരി പള്ളികളിൽ ഇപ്പോൾ കുടുംബസംഗമം വയ്ക്കുന്നുണ്ട്. ഈ കുടുംബസംഗമത്തിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എനിക്കിപ്പോൾ സങ്കടമാണ്. എന്തിനാണെന്നറിയോ? കുടുംബസംഗമത്തിന് മുഴുവൻ വരുന്നത് CC അടഞ്ഞ് തീരാറായതാ. ഇനി എന്തൊട്ട് കുടുംബ കേൾക്കേണ്ടവരാണെങ്കിൽ വന്നിട്ടുമില്ല. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയാണോ? കേൾക്കേണ്ടവരാരാ? നിങ്ങളാണെങ്കിൽ ഇപ്പോൾ സന്തോഷത്തോടെ കുടുംബജീവിതമൊക്കെ നയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. കേൾക്കേണ്ട ജന്മങ്ങൾ വല്ലോടത്തും പോയി കിടക്കാം. ശരിയാണല്ലയോ? ശരിയാ. നിങ്ങൾ ഓർത്തു നോക്ക്, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങളെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തും ആക്സെപ്റ്റ് ചെയ്തൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. മക്കളുടെ ജീവിതത്തിലല്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം.
ആണല്ലയോ? അപ്പം ആരെ ഈ കുടുംബസംഗമത്തിന് വരണ്ടേ? മക്കളെ കൊണ്ടുവന്നാ എല്ലാം അറിയാം, ഒന്നും ചെയ്യത്തുമില്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതറിയോ, നിങ്ങളുടെ മക്കൾ കുറച്ചും കൂടെയൊക്കെ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ കൊണ്ടുവരണം. ഇത് എന്തോരം ഡിവോഴ്സ് കേസുകളാണെന്നറിയോ, എന്തോരം കുടുംബ പ്രശ്നങ്ങളാണെന്നറിയോ, എത്ര കൗൺസിലിംഗ് കേസുകളാണെന്നറിയോ ഓരോ ദിവസം തന്നെ. ചിലർക്കും അടുത്തു തുടങ്ങി കുടുംബം. കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നതാ, അരമന കോടതിയിൽ നിന്ന് വിട്ടു. ജിനുവച്ചാ ഒന്ന് സംസാരിക്കി. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടുള്ളൂ, 3 മാസം. അപ്പോഴേക്കും അവൾ പറയാ ഡിവോഴ്സ് വേണം, ഡിവോഴ്സ് വേണം. എൻ്റെ അടുത്ത് വന്നു രണ്ടും കൂടി, അപ്പനമ്മയുണ്ട്, രണ്ടും കൂടി വിട്ടു. 2 പേരെൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു എന്താടാ നിൻ്റെ പ്രശ്നം? ഒന്നുമില്ല അച്ഛാ. എന്തിനാ അവൾ ഡിവോഴ്സ് വേണമെന്ന് പറയണേ? അറിയില്ല അച്ഛാ. എന്തിനാ അപ്പം നിന്നോട് പറഞ്ഞില്ലേ? എനിക്കറിയില്ല അച്ഛാ, അവൾ പറയുന്നെനിക്ക് ഡിവോഴ്സ് വേണമെന്നാ. ഞാൻ ചോദിച്ചു എന്തേടി? എന്തേടി? നീ കാര്യം ഉണ്ടെങ്കിൽ പറ. ഞാൻ പോയിച്ചു നീ മനസ്സോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ സംസാരിക്കാം. അച്ഛൻ എനിക്ക് പറ്റില്ല ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമല്ലേ ആവണുള്ളൂ, അപ്പോഴേക്കും എന്തിനാ ഡിവോഴ്സ്? അപ്പോൾ അവൾ പറയാ ഇല്ല അച്ചോ, എനിക്കിനി പറ്റില്ല ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ. ഞാൻ ചോദിച്ചാൽ എന്തി അവൻ കുടിക്കോ? ഇല്ല അച്ചോ. വലിക്കോ? ഇല്ല അച്ചോ. അതോ? അപ്പം ഞാൻ ചോദിച്ചു അതാണ് നിൻ്റെ ഇപ്പോൾ പ്രശ്നം? അച്ഛാ അതും പ്രശ്നമാ. എന്തിയേ? കുടിക്കുന്ന വലിക്കുന്ന ചെറുക്കൻ എനിക്ക് മതി. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആറ്റിറ്റ്യൂഡ് മാറി. നിങ്ങൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ ചിന്തിക്കണം, എൻ്റെ കർത്താവേ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ജനിച്ചാൽ മതിയായിരുന്നു. അവളാണെങ്കിൽ സമ്മതിക്കണ പോലുമില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ചേട്ടൻ ചേച്ചിനെ നോക്കണ്ട്. ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കേട്ട് പഠിക്കടി. കാലഘട്ടം മാറി കേട്ടോ, കാലഘട്ടം മാറി. സത്യ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ഇച്ചിരി കുടിക്കുന്ന വലിക്കുന്ന ആളെ വേണം, സ്റ്റാറ്റസിനൊപ്പം നിൽക്കണ്ടേ. കാരണം അവളുടെ കൂട്ടുകാരന്മാരൊക്കെ കുടിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് കുടിച്ചില്ലെങ്കിൽ സ്റ്റാറ്റസ് കുറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, വലിയ സ്റ്റാറ്റസിൻ്റെ പ്രശ്നം അത്. ഞാൻ ചോദിച്ചേടി കുടിക്കാത്തതും വലിക്കാത്തതാണോ പ്രശ്നം? അതച്ഛാ അതും പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു അത് നല്ല കാര്യമല്ലേ? എൻ്റെ അച്ഛൻ എൻ്റെ കൂട്ടുകാരൻ ഞാനൊക്കെ ഇച്ചിരി കഴിക്കും, ശരിയല്ലേ? സ്ത്രീകളൊക്കെ കഴിക്കുമോ? എനിക്കറിയാം വെൺമണിയിലെ ആൾക്കാർ കഴിക്കുന്നില്ലെന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങൾ വിശുദ്ധരും കർത്താവേ പരിശുദ്ധ അമ്മയെ പോലെ അത്രയും മഹത്വമുള്ള സ്വഭാവക്കാരാന്ന് എനിക്കറിയാം കേട്ടോ. എങ്കിലും ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ, നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ. സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞേ. ഓക്കെ, ഇത് സിറ്റിയാണോ? ഇത് ഒരു ഗ്രാമമാണോ? ആദ്യമായിട്ടാ മനുഷ്യന്മാരെ അങ്ങനെ പറയണേ, ഞങ്ങളുടെ ഒരു ഗ്രാമമാണ് അച്ഛൻ എന്നൊക്കെ പറയണേ. സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛ ഇത് സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, അതിനേക്കാളൊക്കെ വലിയ സാധനം എന്നൊക്കെ പറയുള്ളൂ ആൾക്കാർ കേട്ടോ. നിങ്ങൾ മനസ്സിൽ നന്മയുള്ളവരാട്ടോ, സൂപ്പർ കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ അവൻ ഇച്ചിരി കുടിച്ചില്ല എന്ന് വലിച്ചില്ലാന്നല്ലോ. ഞാൻ അവനോട് പറയാം ഇച്ചിരി കുടിക്കാനൊക്കെ. അയ്യോ അച്ഛാ ഒന്നും വേണ്ട. പിന്നെന്തപ്പം നിൻ്റെ പ്രശ്നം? അച്ഛാ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ ചോദിച്ചു എന്താ നിൻ്റെ പ്രശ്നം പറ. എൻ്റെ അച്ഛാ അയാളുടെ കൂടെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു എന്തിയേ? രാത്രി ഉറക്കത്തില്ലെന്ന്. ഞാൻ ചോദിച്ചു എന്തിയേ, എന്താ പ്രശ്നം? അപ്പം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട, ഞാൻ പറഞ്ഞിട്ട് ചിന്തിച്ചാൽ മതി കേട്ടോ. ആവശ്യമില്ല അതൊക്കെ ചിന്തിച്ചു കൂട്ടും. ഓക്കെ, അപ്പോൾ രാത്രി ഉറക്കത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു എന്തപ്പോൾ പ്രശ്നം എന്താ, നീ തുറന്നു പറ. എൻ്റെ അച്ഛാ രാത്രി മനുഷ്യന് ഒരു സ്വസ്ഥത തരില്ല. ഞാൻ ചോദിച്ചു എന്തിയേ? നിങ്ങൾ പലതും ചിന്തിക്കുക, വേണ്ട ആ ചിന്തിക്കലല്ല. അപ്പം അവളും അറിയാം എൻ്റെ അച്ഛാ ഈ മനുഷ്യനുണ്ടല്ലോ ഉറങ്ങാൻ തുടങ്ങിയ കൂർക്കമ്പലി. എൻ്റെ പൊന്നച്ചോ മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ട് എനിക്ക്. ഞാൻ ചോദിച്ചു എൻ്റെ പൊന്നുമോളെ കൂർക്കമ്പലിക്ക് ഡിവോഴ്സൊക്കെ ഫയൽ ചെയ്യാൻ പറ്റുമോ? അരമന കോടതിയിൽ നിന്ന് വിട്ടേക്കാ. ജിനുവച്ചാ ഒന്ന് സംസാരിക്കുക, കൂർക്കമ്പലിക്ക് എങ്ങനെ ഡിവോഴ്സ് കൊടുക്കണേ? നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ദൈവം യോജിപ്പിച്ചൊരു ബന്ധത്തിൽ കൂർക്കം വലി എന്ന ഒറ്റ റീസണിൽ ഡിവോഴ്സ് വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രേ ഉള്ളൂ. പറ്റില്ലേ, നോ സ്റ്റോപ്പ്, തീർന്നു. എന്തേ ഇങ്ങനെ നമ്മുടെ കുടുംബം ഇപ്പോൾ? സമാധാനം ഉണ്ടോ? നിങ്ങളോടാ ചോദ്യം, സമാധാനം ഉണ്ടോ? കേട്ടോ, സന്തോഷമാണോ? കേട്ടോ, എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട്, ഈ കൗൺസിലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ കേട്ടോ. നിങ്ങളുടെ മുഖത്ത് നോക്കി കൃത്യമായിട്ട് വായിക്കും, അതെൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത. ഈ കൗൺസിലിങ്ങിന് ഇരിക്കുന്നതുകൊണ്ടേ ഒരാളുടെ മുഖത്ത് അയാൾ പറയണ്ട, അയാളുടെ മുഖത്ത് നോക്കി മതി, നമുക്ക് കാര്യം കിട്ടും കേട്ടോ. നിങ്ങളുടെ കുടുംബം അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ മതിയാ.
ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടി ചോദിച്ചു നോക്കാം. അപ്പം എന്നെ കഴുത്തിനിട്ട് വെട്ടും. അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളി തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ട്? കൈ പൊക്കണ്ട കേട്ടോ. ഇവിടെ ഇരിക്കുന്ന കേട്ടപ്പോൾ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. ഒരു ചേട്ടൻ ഞാൻ നോക്കിക്കണ സമയത്ത് എൻ്റെ പൊന്നോ, ഈ ജീവിതത്തിൽ തന്നെ എൻ്റെ പൊന്നച്ചാ തീർക്കാൻ പറ്റണില്ല, ഇനി അടുത്തൊരു ജീവിതത്തിൽ ഇതിനെ തന്നെ കൊണ്ടാന്ന് പറഞ്ഞാൽ ശരിയാവോ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, തമ്പുരാൻ്റെ മുന്നിൽ വെച്ച്, ഈ ദേവാലയത്തിൽ വെച്ച് നിങ്ങളുടെ വൈദിക ശ്രേഷ്ഠരൊക്കെ കൂടി ചേർത്ത് വെച്ച്, നിങ്ങളെ ചേർത്ത് വെച്ച ആ ബന്ധത്തിൽ എന്തിയാ ഇപ്പം ഇത്രയും പ്രശ്നം? എന്തിയാ ഇത്രയും സങ്കടം? ചിലരൊക്കെ മടുത്തു തുടങ്ങി അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. എൻ്റെ മുറി വന്നിട്ട് പറയാം, എൻ്റെ അച്ഛ വീട്ടിൽ പോകണമെന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്തിയടാ? എൻ്റെ പൊന്നച്ച സമാധാനം ഇല്ല വീട്ടിൽ. അവളും അമ്മയും കൂടി അങ്ങോട്ട് തുടങ്ങും ഒച്ചപ്പാടും ബഹളവും. എൻ്റെ പൊന്നച്ചനറിയാലോ ഇപ്പം 2 പാത്രത്തിലാണ് ഭക്ഷണം വയ്ക്കണേ. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചോട്ടാ, എന്നാലും സമാധാനം തരില്ല. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവൾ തുടങ്ങും അമ്മയുടെ കുറ്റം, അമ്മ തുടങ്ങും അവളുടെ കുറ്റം. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓയ് നിങ്ങളോടാ ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലെന്നാ ചേട്ടന് ഞാൻ കൊണ്ടുപോകും ചേട്ടനെ വിൽക്കാറും കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഉവ്വ കേട്ടോ. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ കേട്ടോ. ആ നിങ്ങളുടെ ഉത്തരത്തിൽ നിന്നും ആ പതഞ്ഞ ചിരിയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അമ്മയും മരുമോളും തമ്മിൽ നല്ല സ്നേഹത്തിലാണോ? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചിട്ട്, എന്തേ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം? ഇനി മക്കള് പറഞ്ഞാൽ അനുസരിക്കോ? എനിക്കില്ല. ഞങ്ങൾ കല്യാണം കഴിക്കാത്ത അച്ഛന്മാരാ. നിങ്ങളോടാ ചോദ്യം. നിങ്ങളുടെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുമെന്ന്? കുറച്ചൊക്കെയോ? ഉവ്വ കേട്ടോ. അനുസരിക്കുന്നു പറഞ്ഞാൽ പച്ച കള്ളെന്ന് ഞാൻ പറയും കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തി അനുസരിക്കാത്ത? ആകെ 1-2 ഉള്ളൂ അല്ലേ? 1, 2, 3, കൂടി വന്ന 3, 4 അമ്മമാരാരെങ്കിലും? 5 എത്രയുണ്ട്? 4 എങ്ങനെ നോക്കി? എന്തെങ്കിലും ആവട്ടെ. 5 ഉണ്ടോ? 5 കൂടുതൽ ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. 4 നോക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് കേട്ടോ. അന്ധകാലത്ത് കുഴപ്പമില്ല, ഇന്ധകാലം വരുമ്പോൾ ആകെ പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞേ, അന്ധകാലം നോ പ്രോബ്ലം. ഇന്ധകാലം വരുമ്പോൾ ഒരെണ്ണത്തെ നോക്കാൻ കഷ്ടപ്പാടാ. ചിലപ്പോൾ അപ്പനും അമ്മയും വന്നിട്ട് പറയും, എൻ്റെ പൊന്നച്ച അച്ഛൻ വിൽക്കാനും പറയാറില്ല 2-3 മക്കൾ വരട്ടെ എന്ന്. അച്ഛനോട് പറയാ, എൻ്റെ അച്ഛൻ ഒരെണ്ണത്തെ നോക്കാൻ പറ്റണില്ല, എങ്ങനെയാച്ചോ ഈ 3 നോക്കണേ? ശരിയല്ലേ? ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഉത്തരം കിട്ടും മക്കളെക്കുറിച്ച്. എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാർ ഒന്ന് കൈവക്കേ. മനസ്സിലായില്ലെന്ന് തോന്നണു. മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാർ ഒന്ന് കൈവക്കാൻ. എണ്ണടക്കട്ടെ 2, 4, 6, 8, 10, 12 എല്ലാം CC അടഞ്ഞതാ. 2, 4, 6 പൊക്കിയത് മുഴുവൻ CC അടഞ്ഞത് ഇറാറായതാ. കാരണം അവർ നോക്കണ്ട്, മക്കൾ നോക്കണ്ട, അതുകൊണ്ടായിരിക്കണം പൊക്കിയത്. ഞാൻ നോക്കട്ടെ, നിങ്ങൾ ചിന്തിച്ചു നോക്കേ. ഒരു 10-30 പേരിട്, അത്രയൊന്നും ഇല്ല. 30 പേര് പുറത്തൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം 30 പേരെ കൂട്ട്. ഈ 30 പേരെ കൈപൊക്കിയിട്ടുള്ളൂ. വെൺമണിയിൽ 30 കുടുംബം ഉള്ളോ? എന്തോരുണ്ട് വെച്ചാ? 330 കുടുംബത്തിൽ 300 കാണാനില്ല. 300 കുടുംബങ്ങളിൽ ഉറപ്പില്ല ആര് നോക്കൂന്ന്? മക്കള് നോക്കുന്നു. വൈ? നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നോക്കണ്ടോ? നിങ്ങളുടെ ചോദ്യം. നോക്കിയിട്ടുണ്ട്, പോയി കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ചേട്ടൻ സൂപ്പറാട്ടോ, ആ പ്രാസൊപ്പിച്ചത് എനിക്കിഷ്ടമായി. കാരണം നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നോക്കണില്ലേ,
പിന്നീട് ഞാൻ ചിന്തിച്ചാൽ പോയിട്ടുണ്ടാവും, കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടാവും. ആ ചേട്ടന് വേണ്ടി, ഇതുപോലെയുള്ള മുതലിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? എന്തെങ്കിലും ആവട്ടെ, പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ തമാശ പറയുന്ന കേട്ടാ. അപ്പം നിങ്ങൾ ജീവിതത്തിൽ ചിന്തിച്ചോക്കെ, എന്തിയേ ഈ മക്കൾക്ക് വേണ്ടി ഇതുപോലെ ജീവിച്ചിട്ട് ഈ മക്കൾ എന്നെ നോക്കുന്ന നിങ്ങൾക്ക് ഉറപ്പില്ലാത്ത അടുത്തില്ലാത്തോണ്ടാണോ? അടുത്തുണ്ടെങ്കിൽ നോക്കിയിരുന്നോ? നോക്കും, ഇതിങ്ങനെ നോക്കും. നോട്ടം ഉണ്ടാവും, അത് ശരിയാ. ഇപ്പൊ വീഡിയോ കോളൊക്കെ ചെയ്യണില്ലേ? വീഡിയോ കോളൊക്കെ ഇന്ന് ഇല്ലാന്നല്ല പറയണേ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾ നിങ്ങളുടെ അപ്പനമ്മേനെ നോക്കിയ പോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുന്ന എന്താ ഉറപ്പ്? എന്തു പറ്റി? എന്താ കാര്യം? ചിന്തിക്ക്. പണ്ട് ഇത്രയും ആഗതി മന്ത്രങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തോരം ആഗതി മന്ത്രങ്ങളാണെന്നറിയോ? സത്യം പറയണേ, എന്തോരം ആഗതി മന്ത്രമെന്നറിയോ? നമ്മൾ ആ കാര്യത്തിൽ പേടിക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ ആഗതി മന്ത്രമുള്ള ആർക്കെന്നറിയോ? ഏത് സമുദായത്തിൽപ്പെട്ടവർക്കെന്നറിയോ? ക്രിസ്ത്യൻസാണ്. അഭിമാനിക്കണം നമ്മൾ, ഇഷ്ടം പോലെയാ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലേ? ഇല്ലച്ചാ, ഇവിടെ ഇല്ലല്ലോ. ഇവിടെ വേണ്ട, ഒരെണ്ണം വേണ്ട വരും. കാരണം 300 പൊക്കിയിട്ടില്ല. എന്തൊക്കെയായാലും ഇതിനൊരു അടുത്ത പദ്ധതിയായിട്ട്, ഈ തിരുനാളിനോടനുബന്ധിച്ച് അടുത്ത പദ്ധതിയായിട്ട് ഒരു വീടും കൂടി വെച്ചു തുടങ്ങിയാൽ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തമാശയായിട്ട് പറയുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയടവേ, എന്തിയെ നമ്മുടെ മക്കൾ നമ്മൾ നോക്കുമെന്ന് ഉറപ്പില്ലാത്ത, എന്ത് ഈ ജീവിത പങ്കാളിനെ വേണമെന്ന് നമുക്ക് ഉറപ്പില്ലാത്ത, എന്ത് നമ്മുടെ കുടുംബത്തിന് സമാധാനം ഇല്ലാത്ത, എന്ത് ഇത്തരം പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ സന്തോഷമില്ലാത്ത, സമാധാനം ഇല്ലാത്ത, മുൻപോട്ട് ജീവിക്കാൻ തോന്നാത്ത, എന്ത് നമ്മുടെ കുടുംബം എന്നും ഈ നരക തുല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? വൈ? ചിന്തിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ചിന്തനീയമായ കാര്യം അത്. ഇന്ന് വരുന്ന മക്കള് ചിലപ്പോൾ മക്കൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ പല മക്കൾക്കും മാതാപിതാക്കളെ ഇഷ്ടമല്ല. നിങ്ങൾ ചിന്തിക്കണം, അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇന്ന് പല പിള്ളേർക്കും ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളെ ഞാൻ, യൂത്തിന് ഇഷ്ടം പോലെ ക്ലാസ് എടുക്കുന്ന ഒരാളെ ഞാൻ. പലപ്പോഴും യൂത്തിനൊക്കെ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മാതാപിതാക്കളെ ഇഷ്ടമാണോ? നോ, പലർക്കും ഇഷ്ടമല്ല. പണ്ടൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമ്മുടെ അപ്പനെതിരെ അമ്മയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിലെ കൂട്ടുകാരന്മാരൊക്കെ, നീ പോയി നിൻ്റെ അപ്പനോട് പറയടാ. ഇവിടെയൊക്കെ അങ്ങനെ പറയുമോ? എൻ്റെ സ്കൂളിലൊക്കെ പറയുമായിരുന്നു. ഞാനൊക്കെ ഷെബീൻ, എൻ്റെ കൂട്ടുകാരൻ ഷെബീൻ, എൻ്റെ കൂട്ടുകാരനായിരുന്നു. അവനൊരിക്കലും എന്നോട് പറഞ്ഞേ, നീ ജിനുവേ നീ പോയി നിൻ്റെ അപ്പനോട് പറഞ്ഞാൽ മതി. എനിക്ക് ദേഷ്യം വന്നിട്ട് എന്നോട് ചെയ്യുന്നറിയോ, അവൻ്റെ തലയെടുത്തിട്ട് പണ്ടത്തെ ജനലിന് ഇങ്ങനത്തെ പാളിയില്ല, പണ്ടത്തെ സർക്കാർ സ്കൂളിലൊന്നും പാളി ഉണ്ടാവില്ല, അവൻ്റെ തലയെടുത്തിട്ട്, എന്നെക്കാലം പൊക്കം കുറവാ, അവൻ്റെ തലയെടുത്തിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ആ ജനലുമ്പോൾ 2-3 പ്രാവശ്യം ഇടിച്ച് അവിടുന്ന് പൊട്ടി ചോര വന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കി. എൻ്റെ അപ്പനെ വിളിച്ചിട്ട് കേട്ടോ, എൻ്റെ അപ്പനെ വിളിച്ച്, നിങ്ങളങ്ങനെയൊക്കെ അല്ലേ പണ്ടൊക്കെ അപ്പനെ വിളിച്ച് കൊടുക്കും, ശരിയല്ലേ? എന്തുട്ട് ആണുങ്ങളത്? നിങ്ങളുടെ അപ്പനെ വിളിച്ചാൽ നിങ്ങളൊന്നും ചെയ്യത്തില്ലേ? പണ്ടൊക്കെ ഒരു അപ്പനെ വിളിച്ച് അമ്മയ്ക്ക് വിളിച്ച് ഇട്ടിടിക്കും, നമ്മൾ പൊളിക്കിട്ട് ഇടിച്ചങ്ങടെ കൊല്ലും പുള്ളിനെ. നീ പോടാ, നിന്റെ അപ്പനോട് പോയി പറയണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പടിയാ, എന്ത് വന്നാലും ഇടിക്കും. ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞണ്ട, ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞണ്ടല്ലോ, പോയി നിന്റെ അപ്പനോട് പറയടാ. പിള്ളേരുടെ ഡയലോഗ് എന്താണെന്നറിയോ? 1 മിനിറ്റ് കേട്ടാ, അപ്പനോട് പറഞ്ഞിട്ട് വരാം. ഇത്രേ ഉള്ളൂ. അപ്പൻ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഇല്ല അവർക്ക്, അമ്മ എന്ന് പറഞ്ഞൊരു ഫീലിംഗ് ഇല്ല. നിങ്ങൾ കരഞ്ഞ നിങ്ങളുടെ മക്കൾ കരയോ? ഓയ് നിങ്ങളോടാ. നിങ്ങൾ കരഞ്ഞ നിങ്ങളുടെ മക്കൾ കരയോന്ന്? ഉവ്വ കരയും. ചേച്ചിയുടെ കരയോ? ചേച്ചി സ്റ്റാൻഡപ്പ്. 4 മക്കളുള്ള അമ്മ സ്റ്റാൻഡപ്പ്. സുന്ദരിയാ, എഴുന്നേറ്റക്ക്. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ചെറിയതിലൊക്കെ എന്തായിരിക്കും സ്ഥിതി? കർത്താവേ, അതീവ സുന്ദരിയായിരുന്നുണ്ടാവും കേട്ടോ. സുന്ദരിയായ അമ്മച്ചിയുടെ പേരെന്നാ? അമ്മച്ചിന്ന് വിളിക്കാലോ എനിക്കല്ലേ? വിളിക്കാലോ, കുഴപ്പമില്ലല്ലോ. എനിക്ക് 35 വയസ്സായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. എൻ്റെ മുടി നരച്ചു തുടങ്ങി, അവിടെ നരച്ചിട്ടില്ലല്ലോ ഒന്നും. എന്തെങ്കിലും ആവട്ടെ. അമ്മച്ചിയുടെ പേര് പറയാമോ? ഏലിയാമ്മ മത്തായി. ഓക്കെ. ഏലമ്മച്ചി, ഒറ്റ ചോദ്യമുള്ളൂ. ചോദ്യം ചോദിക്കണ? ഓക്കെ. ഈ 4 മക്കളെ നോക്ക്, ഈ 4 മക്കളെ ചേർത്തിരുത്തി വളർത്തി അല്ലേ? അപ്പം അവരൊക്കെ എന്ത് ചെയ്യണു? വിദേശത്താണ്. ഓക്കെ. ഇത്രയും സ്നേഹം കൊടുത്തിട്ട് അതുപോലെ സ്നേഹിച്ചിട്ടുണ്ട് ഈ മക്കളെ അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ, അതുപോലെ സ്നേഹിച്ച് വളർത്തിയതാ. നമുക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല, ശരിയല്ലേ?
ഞാൻ ഈ ലഭിച്ചോട് ചോദിച്ചാൽ ലഭിച്ചിരിക്കും അത് വിഷമോ, മുഖത്ത് അത് പെട്ടെന്ന് സങ്കടപ്പെടുന്ന ആളായിരുന്നോ? നമ്മൾ ഈ പെട്ടെന്ന് ഒരാളുടെ മുഖം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കാത്തത്. ഒന്ന് ചിന്തിച്ചോക്ക്. നമ്മൾ ഇത്രയും സ്നേഹിച്ചിട്ട്, ഇത്രയും മനസ്സിലാക്കിയിട്ട്, ഇത്രയും കൊണ്ട് നടന്നിട്ട് നമ്മുടെ കുടുംബത്തിന് എന്ത് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല എപ്പോഴൊക്കെ? പണ്ടൊക്കെ 8ഉം 10ഉം മക്കളുണ്ടായിട്ടും കുടുംബം ഭയങ്കര സ്നേഹമായിരുന്നു. ചെറിയൊരു വീടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു ഓല മേഞ്ഞ വീടായിരിക്കും, ചിലപ്പോൾ ചാണകമായിരിക്കും അടിയിൽ മേഞ്ഞക്കണേ. ഇതൊക്കെ എവിടെ നിന്ന് വന്നത്? കുടുംബസംഗമത്തിന് വന്നതാണ് ഈ കാണുന്നത്. ഓ, പറ്റിയ കുടുംബ. ആ ഓക്കെ. ജീവിതത്തിലൊന്ന് ചിന്തിച്ചോക്ക്. പണ്ടൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു. നിങ്ങൾ ഓർത്തു നോക്കി, നമ്മുടെയൊക്കെ പണ്ടത്തെ വീടുകൾ, നമ്മളൊക്കെ ജനിച്ച വീടുകൾ ചിലപ്പോൾ ഒരു ചെറിയ വീടായിരിക്കും, 2-3 മുറി ഉണ്ടാവുള്ളൂ. 8ഉം 10ഉം മക്കളുണ്ടെങ്കിൽ ഒരുമയിൽ ജീവിച്ച് മുന്നോട്ട് പോയി. ഇന്ന് കാലഘട്ടമൊക്കെ മാറി, എല്ലാം മാറി, പക്ഷേ സമാധാനമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ? എൻ്റെ ചേട്ടൻ എഴുന്നേറ്റുന്നേ. ചേട്ടാ എഴുന്നേറ്റ്, സ്റ്റാൻഡപ്പ്. യു സുന്ദരനാട്ടോ. വാട്ട്സ് യുവർ നെയിം? യോഹനാൻ. വെട്ടിക്കെട്ട് പേരാണല്ലോ യോഹനാൻ. ഓക്കെ യോഹനാൻ ചേട്ടാ, ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ സ്കൂളുണ്ടോ? അതാണ് നിങ്ങൾ വന്നോണ്ടിരിക്കണല്ലേ. കയറി പോരാ പിള്ളേരൊക്കെ കയറിയിരുന്നോ? ഞാനും വിചാരിച്ചു നിങ്ങൾ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു, പിള്ളേർ കുറേ മിനിറ്റ്. ഓക്കെ യോഹനാൻ ചേട്ടാ, ചോദ്യം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ. എന്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പ്രശ്നം കുടുംബത്തിൽ? യോഹനാൻ ചേട്ടൻ എന്താ തോന്നിയേക്കണേ? ഇങ്ങോട്ട് വാ. ഈ മൈക്ക് ഓണാണോ അച്ഛാ? ഈ മൈക്ക് ഓണാണോ? അതെടുത്തോ. ഒരു ഉത്തരം മതി. എന്തുകൊണ്ടാണ് ഇന്നത്തെ കുടുംബജീവിതത്തിൽ ഇത്രയും പ്രശ്നം? ഒരു സീനിയർ മോസ്റ്റ് ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുക. താടിയൊക്കെ ഇച്ചിരി നരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നേരിടുമ്പോൾ അതിനെ യഥാസമയം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്നത്തെ ഇത്രയും പ്രശ്നം. നല്ല ഉത്തരം കേട്ടോ, നല്ല ഐഡിയ കൊടുത്തേ. 4 കുട്ടികളുടെ അമ്മ ഇങ്ങോട്ട് വാ. ഏത് ചേച്ചിമാർക്ക് പറയാൻ പറ്റണേ? ഇങ്ങോട്ട് വാ. നമ്മളിത് കുടുംബസംഗമ കേട്ടോ, ഞാൻ മാത്രമേ പുറത്തുനിന്നുള്ളൂ. ഇതൊരു കുടുംബ. ഈ കുടുംബത്തിന് ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ പ്രസംഗ രീതിയൊക്കെ മാറി. ഒരച്ഛൻ വന്ന് കുറേ നേരം പ്രസംഗിക്കുന്നു, നിങ്ങൾ കുറേ നേരം കേട്ടിരിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉറക്കം തൂങ്ങുന്നു. ആ രീതിയൊക്കെ മാറി. ഇപ്പം ചോദ്യം ചോദിക്കില്ല പതിവ് കേട്ടോ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും ക്ലാസ് എടുത്ത് പോകുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിച്ചേ. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്താ തോന്നണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും പ്രശ്നം? സ്റ്റാൻഡപ്പ് വാ. സുന്ദരിയാ, അങ്ങോട്ട് വാ. പുള്ളിക്കാരത്തി ചങ്കി പറയണ്ട, അത് പറയണ്ടായിരുന്നു. തമാശ പറഞ്ഞ കേട്ടോ. ഓക്കെ പറ. ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, നല്ല ഉത്തരമാണ് കേട്ടോ, നല്ല ഉത്തരം, നല്ല കേടി കൊടുത്തേ. ഇനി നിങ്ങൾ തന്നെ ഉത്തരം പറ. അച്ഛൻ വന്ന് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന അച്ഛൻ്റെ ടേസ്റ്റ്, അച്ഛൻ്റെ ഇഷ്ടത. കമോൺ. ഇതെന്തൊട്ട് ഇത്? ഈ സാരി കായിക സംഘമാണോ? നല്ല ബെഡ്ഷീറ്റിൻ്റെ തുണി പോലെയുണ്ട് കേട്ടോ. ഞാൻ തമാശ പറഞ്ഞ കേട്ടോ, നല്ല ഗംഭീര തുണിയാട്ടോ. വെട്ടിക്കെട്ടൊക്കെ തുണിയാണുള്ളത്. തിളങ്ങാനുള്ള കിടന്ന് അത് പറ, എന്താ പറ? ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നില്ല. ദൈവത്തിന്റെ മനസ്സിനിണങ്ങി അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇണങ്ങി ജീവിക്കാൻ കുടുംബത്തിലുള്ളവർ മനസ്സ് കാണിക്കാത്തതാണ് ഇന്നത്തെ പ്രശ്നം. നല്ല ഉത്തര കേട്ടോ. പേരൊന്നുട്ടാ? ബിന്ദു. സുന്ദരിയാ, പൊക്കോ. ഇനി അടുത്തൊരു ചോദ്യം. ഇനി അടുത്തത് ഒരു പുരുഷൻ. ബാ. ഞാൻ ചോദിക്കണോ? ആ ബുൾഗാൻ വെച്ച ചേട്ടൻ വന്നേ. ബുൾഗാൻ വെച്ച ചേട്ടൻ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് വാ. നല്ല സുന്ദരനായിട്ടുണ്ട് കേട്ടോ. ഈ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ സൂക്ഷിക്കണം എങ്ങനെയാ? എന്താ കുടുംബജീവിതത്തിൽ ഇത്രയും പ്രശ്നമുള്ളതായിട്ട് തോന്നിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ? പണ്ടത്തെ ജനറേഷനാന്ന് എനിക്കറിയാം, അല്ലേ? അതെ.
നമ്മളൊക്കെ ഏകദേശം നമ്മളെക്കാളും കൂടുതൽ ജനറേഷൻ കുറേ ഓണം കൊണ്ടതാ. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ഇത്രയും പ്രശ്നം? ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, നല്ല ഉത്തരവാണ് കേട്ടോ. ക്ഷമിക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രശ്നം. ഓക്കെ, പറയുന്നവരൊക്കെ സൂപ്പറാട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം വെളിവൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ വിചാരിച്ച പോലെ ഇല്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം പറയാനുണ്ടോ? അച്ഛന് നേരില്ലാത്തോണ്ട് പോവാ. യാ കമോൺ വാ 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 സുന്ദരിയാ വാ. പേര് പറഞ്ഞോ? സൂസമ്മ ജോൺ. ചേട്ടയുടെ പേരെന്നാ? തോമസ് ചേട്ടൻ. സൂപ്പർ കേട്ടോ തോമസ് ചേട്ടാ, താങ്ക് യു. സൂസമ്മ. എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ. സുഖ സൗകര്യങ്ങളാണ് പ്രശ്നം, ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരത്തെയുള്ള ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇല്ലായ്മയായിരുന്നു. ഇപ്പം സുഖ സൗകര്യങ്ങൾ കൂടിയപ്പോഴത്തേന് ഇവിടെ ഭയങ്കര സുഖമാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? എന്തെങ്കിലും ആവട്ടെ. എന്നിട്ട് പേര് പറഞ്ഞേ? സൂസമ്മ ചേച്ചി പറഞ്ഞത് കൃത്യമാണ് കേട്ടോ, വളരെ ചിന്തനീയമായൊരു കാര്യമാണ്. പണ്ട് കഷ്ടപ്പാടുണ്ടായിരുന്നു, ഇന്ന് കഷ്ടപ്പാട് വളരെ കുറവാണ് എല്ലാ വീട്ടിലും. കാരണം അന്നത്തിനുള്ള വകയുണ്ട്. പണ്ട് അന്നം ഉണ്ടായിരുന്നില്ല പല വീട്ടിലും, അതുകൊണ്ട് തന്നെ ഒരുമയുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എവിടെ പണം കൂടുതലുണ്ടോ അവിടെ വഴക്കുണ്ട്. ഒരു വീട്ടിലെ കുടുംബത്തിലെ എവിടെ പണം കൂടുതലുണ്ടോ മക്കൾ തമ്മിൽ വഴക്കുണ്ടാവും. ഇല്ലാത്ത കുടുംബങ്ങളുണ്ട് കേട്ടോ, പക്ഷെ ഓൾമോസ്റ്റ് കേസുകൾ അങ്ങനെയാ. നമുക്കുണ്ടല്ലോ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, അധികം പണം ഇല്ലാണ്ടിരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം സമാധാനത്തിൽ അങ്ങോട്ട് ജീവിച്ചു. പണം അധികം ഉണ്ടോ എവിടെയും നിങ്ങൾ നോക്കുക, ഒരു വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്തുണ്ടെങ്കിൽ ആ മക്കൾ തമ്മിൽ പിന്നെ വഴക്കുടങ്ങും ഈ സ്വത്തിന് വേണ്ടിയിട്ട്. ജീവിതം അങ്ങനെയാണ്. നിങ്ങൾ പലപ്പോഴും, എനിക്കിവിടെ ആരും അറിയത്തില്ല കേട്ടോ, വെൺമണിയിൽ എനിക്ക് ഒരു പരിചയമില്ലാത്ത നാടാ. ഞാൻ കൃത്യമായിട്ട് പറയാ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, എവിടെയെങ്കിലൊക്കെ ഉദാഹരണങ്ങളുണ്ടാവും. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവുണ്ടോ? ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുക. എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉത്തരം ബിന്ദു ചേച്ചിയില്ലേ, ബിന്ദു ചേച്ചി പറഞ്ഞൊരു ഉത്തരം നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇത്രയും പ്രശ്നം? എന്ത് ഇത്രയും സമാധാനം ഇല്ലാത്ത, എന്ത് ഇത്രയും ബുദ്ധിമുട്ടുകൾ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്നുള്ള പല കഷ്ടപ്പാടുകളും പണ്ടത്തെ ജീവിതത്തിലുണ്ടായിരുന്നു ഇല്ലേ? പണമുള്ളവർ ഇന്നുണ്ട്, അന്നുണ്ടായിരുന്നു. അന്നുള്ളതുപോലെ വിവാഹ ജീവിതം ഇന്നുണ്ട്, അന്ന് ഉള്ളതുപോലെ തന്നെ മക്കളും ഇന്നുണ്ട്. എന്താ കുറഞ്ഞുപോയേ നമ്മുടെ ജീവിതത്തിൽ? ദൈവാശ്രയ ബോധം കുറഞ്ഞുപോയി നമ്മുടെ കുടുംബത്തിൽ. ശരിയാണോ അല്ലയോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഏറ്റവും കുറവുള്ളത് ദൈവാശ്രയ ബോധ. ദൈവത്തിലുള്ള ആശ്രയം പണ്ടത്തെക്കാളും ഇന്നത്തെ മനുഷ്യർക്ക് കുറവാ. ശരിയാണല്ലയോ? ഉത്തരം പറ, യെസ് ഓർ നോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാരെ നമ്മൾ ഒറ്റ കാര്യം പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ ഒരു ദിവസം കിടത്തി ഉറക്കോ? ഇല്ല. ഞാനൊക്കെ ഓർക്കാറുണ്ടെന്നറിയോ, എൻ്റെ തന്ത ഒറ്റ ദിവസം പോലും കിടത്തി ഉറക്കൂല പ്രാർത്ഥിക്കാതെ. ഒറ്റ ദിവസവും. ഞങ്ങൾ ഒരിക്കലും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ 11:30 മണിക്ക് വന്നു. അപ്പം എൻ്റെ തന്ത വന്നിട്ട് പറയാ, ഞാൻ തന്ത എന്നൊക്കെ ആയിട്ട് വിളിക്കണം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എൻ്റെ അപ്പനെയാണ്. എൻ്റെ അപ്പനെ എനിക്ക് എന്തും വിളിക്കാമല്ലോ, നിങ്ങളുടെ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എൻ്റെ തന്ത വന്നിട്ട് പറയാ, 11:30 മണിക്ക് വന്നിട്ട് പറയാ, ദേ പായ വിരിക്കി. ഞാൻ വിചാരിച്ച് കർത്താവെ കിടന്നുറങ്ങാനായിരിക്കും. 11:30 മണിക്ക് മുട്ടുകുത്തി നിർത്തി പ്രാർത്ഥന ചെല്ലിപ്പിച്ച് കിടത്തി ഉറക്കിയ അപ്പൻ എൻ്റെ അപ്പൻ. ഒറ്റ ദിവസം പോലും പള്ളി പോകാതിരിക്കാൻ അപ്പൻ സമ്മതിക്കില്ലായിരുന്നു. ഞാനൊക്കെ ചിന്തിക്കാറുണ്ടെന്നറിയോ, എൻ്റെ അപ്പൻ എനിക്ക് ആകെ തന്നിട്ടുള്ളത് ദൈവത്തെ മാത്രമാണ്, വേറെ ഒന്നും തന്നിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നിങ്ങളുടെ കാരണവന്മാർ നിങ്ങൾക്ക് എന്താ തന്നേ? ഇഷ്ടം പോലെ സ്വത്ത് തന്നാ? ആവശ്യത്തിനൊക്കെ തന്നിട്ടുണ്ടാവും. ഇഷ്ടം പോലെ പണം തന്നാ? ചിന്തിച്ചു നോക്കേ. ജോലി വാങ്ങിച്ചെന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഷ്ടം പോലെ സ്വത്ത് അങ്ങടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് തന്നോ? ഒന്നും തന്നിട്ടില്ലടോ. ആകെ തന്നത് ഒരു ദൈവത്തെയാ. എല്ലായ്പ്പോഴും പഠിപ്പിച്ചു, മക്കളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട പോലെ ജീവിച്ചോളാം, ദൈവത്തിന് ഇണങ്ങിയേ ജീവിക്കാവൂ, പ്രാർത്ഥിക്കാത്ത ദിവസം ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെയാണ് നമ്മുടെ അപ്പനമ്മയെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ വേദവാക്യം. നിങ്ങൾ ഓർത്തോക്ക്, നമ്മുടെ മക്കളോ, ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, എല്ലാ ദിവസവും പ്രാർത്ഥനയുള്ള വീടുകൾ കൈവക്കേ? തള്ളടാ തള്ളിയേ.
ഒടുക്കത്തെ തള്ളാട്ടാ നിങ്ങൾ തള്ളിയേ. അമ്മ മാതാവ് എഴുന്നേറ്റ് പോയിണ്ടാവും ഇവിടെ നിന്ന് ഈ തള്ളു കേട്ടിട്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എല്ലാ ദിവസവും ഉണ്ടോ വീട്ടിൽ പ്രാർത്ഥന? ഉവ്വ ഉവ്വ ഉവ്വ. രാവിലെ ഉണ്ടോ? രാവിലത്തെയാണോ? നിങ്ങൾക്ക് 2 നേരം ഉണ്ടോ? രാവിലെ വൈകുന്നേരം ഉണ്ടോ? 2 നേരം പ്രാർത്ഥിക്കുന്നവര്? അത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ മനസ്സിലായി. കുടുംബത്തിന് സമാധാനം ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്കേ, പ്രാർത്ഥിക്കുന്നൊരു വീട്ടില് കുടുംബ പ്രശ്നം ഉണ്ടാവോ? ഉണ്ടാവും, ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ കുടുംബ പ്രശ്നം ഉണ്ടായാലും ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അവിടെ സമാധാനം ഉണ്ടാവും. കാരണം എന്താണെന്നറിയോ? ദൈവത്തെ പേടിയുള്ള മനുഷ്യൻ ജീവിത പങ്കാളിയെ അധികം വേദനിപ്പിക്കോ? ഇല്ല. അവിടെ വന്നപ്പോൾ ചില പുരുഷന്മാരെ എൻ്റെ മുഖത്ത് നോക്കണ്ടട്ടാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ദൈവാശ്രയ ബോധമുള്ളൊരു കുടുംബത്തില്, ദൈവത്തെ വിളിക്കുന്ന ഒരു ഭവനത്തില് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവന്നറിയോ? ബൈബിളിലെ കാനായിലെ കല്യാണ വീട്ടിലാ. നിങ്ങൾ ഓർത്തോക്കേ, ആ വീടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം തിരുവചനം ബൈബിൾ ഉള്ളവരൊന്ന് വായിക്കാമോ? യോഹന്നാൻ 2:1 എടുക്കുന്നത്. ഞാനൊക്കെ എൻ്റെ പള്ളിയിൽ ചെന്നിട്ട് എപ്പോഴും പറയും, നിങ്ങൾ ഈ ഓർത്തഡോക്സാരെയും ഒക്കെ കണ്ടുപിടിക്കണമെന്ന്. കേട്ടോ? എന്തിനാണെന്നറിയോ? നിങ്ങൾ ആ ബൈബിളും പിടിച്ചോണ്ടേ വരുള്ളൂ. സ്റ്റാൻഡപ്പ്. എവിടെന്നാ ചീവിടിൻ്റെ ശബ്ദം? ഓക്കെ. ചേച്ചിക്ക് വേണത്തെ വായിക്കാനല്ല, ഉച്ചത്തി വായിക്ക്. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ ആ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ യേശുവിനെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അത്ര എനിക്ക് കിട്ടിയാൽ മതി. ഇരുന്നോ? നിങ്ങൾ ചിന്തിച്ചോക്ക്, ഗലീലയിലെ കാനായിലെ കല്യാണ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. എന്താണ് ആ വീടിൻ്റെ പ്രത്യേകത? യേശുവിൻ്റെ അമ്മ ആ വീട്ടില് ഉണ്ടായിരുന്നു. 2-ാമത്തെ കാര്യം എന്താ? യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. ആ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാ. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നപ്പോ? യേശു ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയും, പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ എന്നും യേശു ഉണ്ടാവും, മാതാവുണ്ടാവും, ശിഷ്യന്മാരുണ്ടാവും. ആ പ്രാർത്ഥിക്കുന്ന വീട്ടിലാണ് ഒരപ്പൻ്റെ കണക്ക് കൂട്ടിൽ തെറ്റിപ്പോണേ. കാനായിലെ കല്യാണ വീട്ടിൽ ഒരപ്പൻ്റെ കണക്ക് കൂട്ടിൽ തെറ്റിപ്പോവാ. ശരിയല്ലേ? അപ്പൻ വിരുന്നിന് ആൾക്കാരെ ക്ഷണിച്ചു. 1000 പേരെ വിളിച്ചിട്ട് 500 പേർക്ക് ഭക്ഷണം ഒരുക്കി ഒരു അപ്പനല്ല. 1000 പേരെ വിളിച്ച് അതിനേക്കാളും അധികം ആൾക്കാർ കൂടുതൽ വരുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ 1500 പേർക്ക് ഭക്ഷണം ഒരുക്കി ഒരു അപ്പനാ. പക്ഷെ അപ്പൻ്റെ കണക്ക് കൂട്ടിൽ തെറ്റിപ്പോവാ. ഈ കണക്ക് കൂട്ടിൽ തെറ്റിയപ്പോഴും ആ വീടിനൊരു പ്രത്യേകതയുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു? ഈശോ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ വീടിൻ്റെ കണക്ക് കൂട്ടിൽ തെറ്റിയിട്ടും ആ വീട്ടിൽ ഈ 3 പേരുണ്ടായിരുന്നു. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചില കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോവും. ചില വേദനകൾ ജീവിതത്തിൽ കടന്നു വരും, ചില രോഗങ്ങൾ ഉണ്ടാകും, ചില തടസ്സങ്ങൾ നേരിടും, മക്കളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോഴൊക്കെ നീ ചിന്തിക്കണം, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവണം? ഈശോ ഉണ്ടാവണം, അമ്മയുണ്ടാവണം, ശിഷ്യന്മാരുണ്ടാവണം. ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ട്. കൊട്ടത്തേങ്ങയുണ്ട്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾ വേദനിക്കില്ല. ഈശോ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നിങ്ങൾ സങ്കടപ്പെടില്ല. ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിൽ അവർ ചോദിച്ച് കാര്യങ്ങൾ സാധിച്ചു തന്നേനെ. എന്തേ നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നങ്ങൾ? വെൺമണിയിലുണ്ടെന്ന് ഞാൻ പറയില്ല കേട്ടോ. വെൺമണിയിൽ സൂപ്പറാന്നാണ് എന്നോട് ആരോ പറഞ്ഞേ? യോഹന്നാൻ ചേട്ടൻ പറഞ്ഞേ. വെൺമണിയിലെ എല്ലാ കുടുംബവും സൂപ്പറാ അല്ലേ? പ്രാർത്ഥനയുള്ളതാണ്. ഓ, ഞാൻ കുരിശു വരച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ,
വെൺമണിയിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മുടെ കുടുംബത്തിൽ ഈശോ ഉണ്ടായിരുന്നുവെങ്കിൽ, മാതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ, ശിഷ്യന്മാരുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെ ദുരിതത്തിലേക്ക് എൻ്റെ കുടുംബം പോകുമായിരുന്നോ? ഉണ്ടാവട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ഒരിക്കലേ ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയുള്ള വീടുകളൊക്കെ കൈവൊക്കെ എല്ലാവരും കൈവൊക്കി പിടിച്ചു. മുമ്പിലിരിക്കുന്ന ഒരു കുരുട്ട് മാത്രം പൊക്കിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്താടാ നീ പൊക്കാത്ത? അവനെ നോക്കിയിട്ട് ചോദിച്ചു, നീ എന്താ പൊക്കാത്ത? അപ്പം ഇവൻ എന്നെ നോക്കിയിട്ട് കാണിക്കുക. ഞാൻ ചോദിച്ചു, നീ എന്താ പൊക്കാത്ത? അപ്പോഴും കാണിച്ചു. ഞാൻ പറഞ്ഞു, നീ ഒന്ന് എഴുന്നേറ്റെന്നേ. ആ കുരുട്ട് എഴുന്നേറ്റെന്നു. കുരുട്ട് എഴുന്നേറ്റെന്നു. ഞാൻ ചോദിച്ചു, നീ എന്താടാ പൊക്കാത്ത? ഞാൻ ചോദിച്ചു, നിന്റെ അപ്പനാമ്മ വന്നിട്ടുണ്ട്? എനിക്ക് ഉറപ്പ് എന്തൊക്കെയാലും ഈ ചെറുത് തന്നെ വരാൻ പോണില്ല. നിന്റെ അപ്പനാമ്മ വന്നിട്ടുണ്ട്? അവൻ പറഞ്ഞു, അപ്പനാമ്മ വന്നിട്ടുണ്ട്, തലാട്ടി. ഞാൻ പറഞ്ഞു, നീ ഒന്ന് തിരിഞ്ഞു നിന്നപ്പോ ആദ്യത്തെ റോയിൽ ഇവന്റെ അപ്പനമ്മയും കൈപൊക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ പൊക്കിയിട്ടില്ല. ഇവൻ തിരിഞ്ഞ വഴി ഇവന്റെ അപ്പൻ ഇവനെ നോക്കിയിട്ട് കാണിക്കുക. അപ്പൊ ഇവനാണെങ്കോ ഇച്ചിരി ദൂരെ നിൽക്കണേ, ഇവനാണെങ്കിൽ മനസ്സിലാവാത്തോണ്ട് ഇവൻ തിരിച്ചു പോയിക്കുണ്ട്. അമ്മയാണ് അതിലും വിരുദ്ധത്തി. അമ്മ ഇവനാണെങ്കിൽ ഇത് മനസ്സിലാവണില്ല, ഇവന് ചെറുതാ. ഞാൻ ഈ കഥകളി കണ്ടോണ്ടിരിക്കണേ. ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഒന്ന് തിരിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിന്റെ അപ്പനമ്മയും പൊക്കി പിടിച്ചിട്ടില്ല, പിന്നെ നീ എന്താടാ പൊക്കാത്ത? ഈ സാധനം എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് എന്നിട്ടെന്നറിയോ? ഈ കാട്ടടക്ക പോലെ ഇരിക്കണ ഈ സാധനം എൻ്റെ അടുത്ത് പറയാ. എന്നിട്ട് പറഞ്ഞെന്നറിയോ? അച്ഛാ, ഇന്നലെ എൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയൊന്നും ചെല്ലിയില്ല, പിന്നെ എന്തിനാ അപ്പനമ്മയൊക്കെ കൈപൊക്കി പിടിച്ചേക്കണേന്ന്. പിള്ളേരില്ലാത്തതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടിരിക്കുക. കൈ പൊക്കണുണ്ടപ്പോ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പിറ്റേ ദിവസത്തെ കൺവെൻഷൻ ആ ചെറുക്കനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. അവൻ ജീവിച്ചിരിക്കണ്ടോന്ന് പോലും എനിക്ക് ഉറപ്പില്ല കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? കുടുംബത്തിലെ ദൈവത്തിനാണോ ഒന്നാം സ്ഥാനം? ആണോ? നിന്റെ ജീവിതത്തിൽ ദൈവത്തിനാണോ ഒന്നാം സ്ഥാനം? അങ്ങനെയുള്ളവരാണെങ്കിൽ നല്ലത്. അച്ഛനെ അടച്ചാക്ഷേപിക്കുന്നല്ല. ഒന്ന് ചിന്തിച്ചു നോക്ക്. പണ്ടത്തൊക്കെ മനുഷ്യന് ഒന്നാം സ്ഥാനം ദൈവമായിരുന്നു. അവൻ ഞായറാഴ്ച എന്ത് വന്നാലും പള്ളി പോയിരിക്കും. എത്ര വലിയ പരിപാടിയാണെങ്കിലും പള്ളി പോകാതെ ഒരു ദിവസം അവനില്ല. ഞാനൊക്കെ ഓർക്കാൻ, ഞാൻ എപ്പോഴും എൻ്റെ അപ്പനെ കുറിച്ച് അഭിമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. തനി ഒരു എന്താ പറയുക, ഈ മുരട്ട സ്വഭാവം എൻ്റെ അപ്പൻ്റെ. തനി മുരട്ട സ്വഭാവമാണ്, കടിച്ചു കീറാവുന്ന സ്വഭാവമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ ദിവസവും എൻ്റെ അപ്പൻ പള്ളി പോവും. എല്ലാ ദിവസവും. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ട്. എല്ലാ ദിവസവും ആരാധനയുള്ള മനുഷ്യരെ ഞങ്ങൾക്ക് പള്ളിയിൽ. എല്ലാ ദിവസവും പള്ളി പോവും. കുടുംബ പ്രാർത്ഥന ചെല്ലാതെ എൻ്റെ അപ്പൻ കിടത്തി ഓർക്കൂല. അതെൻ്റെ അപ്പൻ്റെ നിർബന്ധമായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എൻ്റെ അപ്പന്. സാധാരണ ഒരു കൂലിപ്പണി എടുത്ത് ജീവിച്ച അപ്പൻ എൻ്റെ അപ്പൻ. പക്ഷെ ഞാൻ ഇന്നും അഭിമാനത്തോടെ പറയും, ഒരു കാര്യത്തിൽ എൻ്റെ അപ്പന് നിർബന്ധമായിരുന്നു. പള്ളി പോകാതെ പ്രാർത്ഥിക്കാതെ ഒറ്റ ദിവസം പോലും അപ്പൻ കിടത്തി ഓർക്കില്ല. നമ്മുടെ കുടുംബം അങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ മക്കളോട് ഞാൻ അങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഒരിക്കലും SLC പരീക്ഷ എഴുതുന്ന സമയത്ത് എൻ്റെ തന്തയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പ SLC പരീക്ഷയുടെ മെയിൻ എക്സാമാ, മാത്സിൻ്റെ പരീക്ഷ എനിക്ക് ബുദ്ധിമുട്ടാ, 2 മണിക്കൂർ പോകും, ഞാനിരുന്ന് പഠിച്ചോട്ടെ. രാവിലെ പള്ളി പോയി പരീക്ഷയ്ക്ക് പോകുമ്പോൾ പിന്നെ പഠിക്കാൻ നേരമില്ല, 2 മണിക്കൂർ പോകും, ഞാനിത് പഠിച്ചോട്ടെ. എൻ്റെ തന്ത എന്നോട് പറഞ്ഞ ഡയലോഗ് എന്നിട്ടെന്നറിയോ? പൊന്നു മോനെ ജിനുവേ, നീ SLCക്ക് തോറ്റാലും അപ്പന് കുഴപ്പമില്ല, നീ പള്ളി പോയാൽ മതി. എൻ്റെ അപ്പന് പള്ളിയായിരുന്നു പ്രധാനം, ദൈവമായിരുന്നു പ്രധാനം. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ പഠിച്ചാൽ മതി. ഇന്നോ സൺഡേ കാറ്റഗിസം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. അച്ഛൻ്റെ വലത്തെ സൈഡ് സൺഡേ കാറ്റഗിസം, അച്ഛൻ്റെ ഇടത്തെ സൈഡ് എൻട്രൻസ് കോച്ചിങ് ഞായറാഴ്ചയുള്ള. നിങ്ങളുടെ കൊച്ചങ്ങളെ നിങ്ങൾ ഏതിന് വിടും? ഓ എന്തോ കേട്ടി എന്തോ എന്തോ കേട്ടില്ല. ആ എൻട്രൻസ് കോച്ചിങ്ങിന് പിള്ളേരില്ലാത്തോണ്ട്, അധികം പിള്ളേരില്ലാത്തോണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു. എന്ത്? സൺഡേ ദൈവത്തെ ആരാധനയെക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതിന്? പറയാതെ പഠിപ്പിച്ചൊരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞിട്ടില്ല മക്കളെ പള്ളി പോകണ്ടെന്നല്ല നിങ്ങൾ പഠിപ്പിച്ചേ. നിങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, പറയാതെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിനേക്കാളും ഇമ്പോർട്ടൻസ് ഉണ്ട് നിന്റെ പഠനത്തിന്. ഈ പഠിച്ച് വളരണ മക്കള് നാളെ നിങ്ങൾ നോക്കുമെന്ന് നിങ്ങൾക്കിപ്പോ ഉറപ്പില്ല.
100 നേരം പറയും പഠിക്കീ 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 കീ ഇട്ട പോലെ പഠിക്കീ പഠിക്കീ പഠി. അയ്യോ, ചെവിടോത്തിയേ കുട്ടികളൊക്കെ ചെവിടോത്തിയേ ഒത്തടി ചെവിടോത്തിയേ. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴേ തുറങ്ങാവൂ കേട്ടോ. പൊത്ത് ഒരു 100 വട്ടം പറയും പഠിക്കീ 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 പഠിക്കീ. എപ്പോഴെങ്കിലും പറയാറുണ്ടോ മോൻ്റെ മോൻ പ്രാർത്ഥിക്കീ 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 പറഞ്ഞിട്ടുണ്ടാ? നന്നായിട്ട് പഠിക്കണം. അപ്പന്മാരെ എപ്പോഴും പറയും പഠിക്കാൻ, പോയിരുന്ന് പഠിച്ചോളണം കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക്. എൻ്റെ മകനോട്, എൻ്റെ കുടുംബത്തിലുള്ളവരോട് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് പറയാറുണ്ടോ? ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കാറുണ്ട്. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം പോലും കൃത്യസമയത്താണോ? എൻ്റെ തിരക്ക് കഴിഞ്ഞ്, എൻ്റെ വീട്ടിലെ ജോലി കഴിഞ്ഞ്, എൻ്റെ ബിസിനസ് കഴിഞ്ഞ്, എൻ്റെ മൊബൈൽ ഫോൺ വിളി കഴിഞ്ഞ്, എൻ്റെ സീരിയൽ കഴിഞ്ഞ്, എൻ്റെ സിനിമ കാണൽ കഴിഞ്ഞ്, എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗം കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ആരുള്ളൂ? ദൈവത്തിനാണോ 1-ാം സ്ഥാനം? നിന്റെ വീട്ടിൽ 1-ാം സ്ഥാനം ദൈവത്തിനാണോ? ചിന്തിക്ക്. 1-ാം സ്ഥാനാണെങ്കിൽ അവന് 1-ാം സ്ഥാനം കൊടുത്തേനെ. സിമ്പിൾ ക്വസ്റ്റ്യൻ അത്. നിങ്ങൾ ചിന്തിച്ചോക്കെ, എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ദൈവം ഉള്ളെങ്കിൽ പിന്നെ എങ്ങനെയാണോ നിന്റെ കുടുംബത്തിൽ സമാധാനമാണ്? ദൈവമുള്ള വീട്ടിലാണെങ്കിൽ സമാധാനം ഉണ്ടാവും. അച്ഛൻ്റെ ഗ്യാരണ്ടി ഇട്ട് ഒപ്പിട്ടരാം, അവിടെ സന്തോഷം ഉണ്ടാവും, ക്ഷമയുണ്ടാവും. ചേട്ടന്മാർ പറഞ്ഞ പോലെ ക്ഷമിക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, വിട്ടുകൊടുക്കാൻ പറ്റും. കാരണം എന്താ? എല്ലാത്തിനെയും നിറകുടമായി ദൈവം ആ വീട്ടിലുള്ളതുകൊണ്ട്. ദൈവമില്ലാത്ത വീട്ടിൽ എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? മാതാവില്ലാത്ത വീട്ടിൽ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? ശിഷ്യന്മാരില്ലാത്ത വീട്ടിൽ എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും? നിങ്ങൾ പറ. പണ്ടൊക്കെ നമ്മുടെ വീട്ടില് 8-10 മക്കളുണ്ടെങ്കിലും അവിടെ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു, അവിടെ ഒരുമയുണ്ടായിരുന്നു അല്ലേ? ഇന്ന് 2-3 ചേർത്ത് പിടിച്ച കിട്ടും. വട്ടത്തിലെ എല്ലാത്തിനെയും കിട്ടണ്ട. 3 വട്ടം കിട്ടുമെന്ന്. 8-10 മക്കളുടെ വട്ടത്തൂല എങ്കിലും ഒരുമയുണ്ടായിരുന്നു. അടുത്തേക്കാൻ പറഞ്ഞാൽ അടുത്തേക്കും. ഇന്ന് 2 അടുത്തേക്കാൻ പറഞ്ഞാൽ നിൽക്കില്ല. ചിന്തിക്ക്, നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്ക്, അപ്പം നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തില് ദൈവത്തിനാണോ 1-ാം സ്ഥാനം? ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? നിങ്ങളോട് ചോദിച്ചേ, ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? തേങ്ങ. യെസ്. യോവനഞ്ചാനോട് പറഞ്ഞല്ല കേട്ടോ, യോവനഞ്ചാട്ടൻ വിശുദ്ധനാന്ന് എനിക്കറിയാം. ഈ പ്രസംഗം കഴിയുമ്പോൾ ഞാൻ പുള്ളിനെ തൊട്ട് മുത്തിയിട്ടേ പോകണുള്ളൂ. ബിന്ദു ചേച്ചി സമ്മതിച്ച, ബിന്ദു ചേച്ചി ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ആർ യു സീരിയസ് അബൌട്ട് ഗോഡ്? എൻ്റെ മക്കളോട്, ചിലപ്പോൾ വിദേശത്തുള്ള മക്കളോട് ഞാൻ സ്ഥിരം സംസാരിക്കുന്നുണ്ടാവും. മോനെ ചോറുണ്ടോ? സ്കൂളിൽ പോയോ? കോളേജിൽ പോയോ? ഭക്ഷണം കഴിച്ചോ? ഇന്ന് എന്തായിരുന്നു? 100 ചോദ്യങ്ങൾക്കിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എൻ്റെ മോൻ പ്രാർത്ഥിച്ചാ? പള്ളി പോയാ? മറന്നു തുടങ്ങി നമ്മളൊക്കെ. ദൈവത്തിൻ്റെ കാര്യം, പ്രാർത്ഥിക്കുന്ന കാര്യം, ദൈവത്തെ വിളിക്കുന്ന കാര്യം നമ്മളൊക്കെ മറന്നു തുടങ്ങിയിടോ. എല്ലാം കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ദൈവം. നിന്റെ ജീവിതത്തിൽ 1-ാം സ്ഥാനം നീ ദൈവത്തിന് കൊടുത്തു നോക്കിയേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ദൈവം ശരിയാക്കി തരും. അതുകൊണ്ടല്ല തമ്പുരാൻ ബൈബിളിൽ പറഞ്ഞു വെച്ചേ, നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം സകലതും ഞാൻ നിങ്ങൾക്ക് തരൂന്ന്. നമ്മൾ എന്തിനാ ഇത്രയും ടെൻഷനൊക്കെ അടിക്കണ വീട്ടിലെ കാര്യത്തിൽ ഓർത്തിട്ട്? ദൈവമുണ്ട്, ആ ദൈവത്തിന് കൊടുക്ക്, ആ ദൈവത്തോട് ചേർന്നിരിക്കി, അപ്പം നിന്റെ കുടുംബം രക്ഷപ്പെടും. പണ്ടൊക്കെ നമ്മുടെ കാരണവന്മാരെ നമ്മളെ പഠിപ്പിച്ച ഒറ്റ കാര്യം അത്രേ ഉള്ളൂ, ദൈവത്തിൻ്റെ മുമ്പിൽ പോയിരിക്കുക എല്ലാ ദിവസവും. നമ്മുടെ കാരണവന്മാര് നമുക്ക് തന്ന ഏറ്റവും വലിയ പുണ്യവും അത് തന്നെയായിരുന്നു. അവരെന്ത് സങ്കടത്തിലും, നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഇന്നത്തെ കാലഘട്ടത്തിനേക്കാളും ദുഷ്കരമായിരുന്നു അന്നത്തെ കാലഘട്ടം. അന്ന് കാടും മേടൊക്കെയാ, വെള്ളം കയറുന്ന സ്ഥലങ്ങള്, സ്വന്തമായിട്ടൊരു വീടില്ല, എന്തു വന്നാലും അസുഖങ്ങള്. നമുക്കറിയാം വസൂരി, അങ്ങനത്തെ പലവിധ അസുഖങ്ങളൊക്കെ പിടിപെടുന്ന ഒരു കാലഘട്ടം.
അങ്ങനെയുള്ള കാലഘട്ടത്തിലും സ്വന്തം മക്കളെ വട്ടം ചേർത്ത് പിടിച്ച് അവരെല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു. കാരണം എന്നറിയോ, അവർക്കറിയായിരുന്നു ദൈവം മാത്രമേ എനിക്ക് തുണയായിട്ടുള്ളൂ എന്ന്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ഉണ്ട്, ദൈവത്തെ മറന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ സമാധാനമില്ല, സന്തോഷമില്ല. എല്ലാം തന്ന ദൈവത്തെ തന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ പോയിന്റ് അത്രയേ ഉള്ളൂ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുക. ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ആ ദൈവം കാത്തോളൂടോ, ദൈവം കാത്തോളും. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, അക്കരയ്ക്കു നിർത്ത് ദുരിതം. ഇച്ചിരി ശബ്ദത്തിൽ പാട് കേട്ടോ. കൊയറുകാരൊക്കെ ഇച്ചിരി ശബ്ദത്തിൽ പാട്. സാരിയിട്ട് ഞെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ഇച്ചിരി ശബ്ദത്തിലൊക്കെ പാട് കേട്ടോ. ഒന്നിച്ചൊന്ന് പാടിയേ. റെഡി, വൺ, ശബ്ദത്തിൽ പാടണേ. പുരുഷന്മാരൊക്കെ ശബ്ദത്തിൽ പാടണം കേട്ടോ. നിങ്ങളൊക്കെ നല്ല പാട്ടുകാരാന്ന് എനിക്കറിയാം, ഭയങ്കര പാട്ടായിട്ട് പാട്ടൊന്നും എനിക്കറിയാം. ഒന്നിച്ച് പാടിയേ. അക്കരയ്ക്കു യാത്ര ചെയ്യും ഇവിടെ തന്നെ 2 ഗ്രൂപ്പുണ്ട്. ഇതാണ് കുടുംബം കേട്ടോ. ഇവിടെ തന്നെ ഇപ്പം 2 ഗ്രൂപ്പായി. പോട്ടെ, നമുക്ക് ഒന്നിച്ചൊന്നും കൂടിയും പാടാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ കാറ്റിനെയും നിയന്ത്രിപ്പാൻ. ഒന്നുകൂടി, കാറ്റിനെയും എങ്ങനെയുള്ള ദൈവ കൂടെയുള്ളതെന്ന്? കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവം കൂടെയുണ്ട്. ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്. വീട്ടില് ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്. എനിക്കതാ നിങ്ങളോട് പറയാനുള്ളൂ. എന്തിനേയും നിയന്ത്രിക്കാൻ കഴിവുള്ളൊരു ദൈവം നിന്റെ കൂടെ ഉള്ളപ്പോ ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തോക്കെ. നിന്റെ മക്കൾ രക്ഷപ്പെടും, നിന്റെ ജീവിത പങ്കാളി രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും. നീ വിചാരിക്കുന്ന പല കാര്യങ്ങളും ദൈവം ശരിയാക്കി തരും. അത് സത്യ. ഞാൻ കാര്യമായിട്ടാണ് നിങ്ങളോട് പറയണേ. ഇപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചതോടോ. ഞാനൊക്കെ എൻ്റെ അപ്പനോട് പലപ്പോഴും പറഞ്ഞു, എൻ്റെ അപ്പ എൻ്റെ കുടുംബ പ്രാർത്ഥന എൻ്റെ വീട്ടിൽ 1.5 മണിക്കൂർ. ഞാൻ എൻ്റെ തന്തയോട് പല പ്രാവശ്യം പറഞ്ഞു, എൻ്റെ തന്തയെ കുറച്ച് പ്രാർത്ഥിച്ചാൽ പോരെ, ഒരു അരമണിക്കൂറൊക്കെ പോരെ. പുള്ളിക്കാരന് അതൊന്നും പറ്റത്തില്ല. സത്യം പറയണേ, എല്ലാ ദിവസവും പള്ളി പോകണം, എല്ലാ ദിവസവും പള്ളി പോവുകയും ചെയ്യണം. 1.5 മണിക്കൂർ കുടുംബ പ്രാർത്ഥനയാ എൻ്റെ വീട്ടിൽ. അവസാനമാണ് ഈ ബൈബിൾ വായന എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു സാധനമുണ്ട്. അതിന് ഏറ്റവും സങ്കടം 15 മിനിറ്റ്. അതാ എന്നിട്ടെന്നറിയോ, ക്രിസ്ത്യൻ ഗാനമേള. അവിടെ ഇരുന്ന് പാട്ട ഈ 2 എൻ്റെ അപ്പനും അമ്മയും ഞാൻ കണ്ടിട്ട് പലപ്പോഴും. നിങ്ങളിരുന്ന് ഇങ്ങനെ പാടും. എൻ്റെ അപ്പൻ പാടുന്ന എപ്പോഴും പാടുന്നൊരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാ. ഞാൻ എപ്പോഴും എൻ്റെ അപ്പനെ ഓർക്കുമ്പോൾ ഈ പാട്ട് മനസ്സിൽ വരും. പാട്ടിൻ്റെ വരി ഇങ്ങനെയാ: കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം കണ്ണുനീർ കാര്യം. അടുത്ത വരി: നിന്മനം. ഓ, സമ്മതിക്കണം കേട്ടോ. ആ നിന്മന ഇളകാതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇളകിപ്പോയി കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്കി ആ പാട്ടിൻ്റെ വരി. എനിക്ക് ഏറ്റവും എത്ര ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ വന്നാലും ഈ പാട്ടിനെ പോലെ എനിക്ക് ഒരു പാട്ടും അത്ര ഇഷ്ടപ്പെടില്ല. ആ വരികൾ ഭയങ്കര സുന്ദര. നിന്മനം നിന്നോട് ഞാനുണ്ടറ അന്ത്യം വരെയെന്ന്. അതിനാദ്യത്തെ വരി നോക്കിയ: കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരുമെന്ന്. എന്തു അർത്ഥവത്തായ പാട്ടുകളാണെന്ന് പറയും പണ്ടത്തെ. എൻ്റെ അപ്പൻ എപ്പോഴും പാടും ഈ പാട്ട്. കണ്ണുനീർ വാർത്തതാരാ?
ഈശോ കണ്ണുനീർ വാർത്ത് കഴിഞ്ഞു എന്ന് പറയണ ഗെത്സമൻ തോട്ടത്തിൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു നോക്കിയേ, ആ കണ്ണുനീർ വാർത്തവൻ നിന്റെ കാര്യം നടത്തി തരും. നീ ചോദിക്കുന്ന കാര്യം നടത്തി തരും, നീ വിചാരിക്കുന്ന കാര്യം നടത്തി തരും. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിനും ഒന്നാം സ്ഥാനം നീ ദൈവത്തിനോട് നോക്ക്. ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അച്ഛൻ്റെ വലത്തെ സൈഡിൽ ഒരു മരക്കുരിശ്, അച്ഛൻ്റെ അടുത്ത സൈഡിൽ പ്ലാസ്റ്റർ ഫാരിസിൻ്റെ ഒരു ഡ്രാഗൺ. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഏതോ മരക്കുരിശ്. സമ്മതിച്ചു, അത് ഞാൻ സമ്മതിച്ചു. അതുപോലെ തന്നെ അച്ഛൻ ചോദിക്കുക, അച്ഛൻ്റെ വലത്തെ സൈഡിൽ ഒരു മരക്കുരിശ്, അച്ഛൻ്റെ ഇടത്തെ സൈഡിൽ സ്വർണത്തിൻ്റെ ഒരു ഡ്രാഗൺ. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഹോയ്, നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഓ ഓ എന്തോ ഏത് ചൂസ് ചെയ്യും? ഡ്രാഗൺ എടുക്കും. കാരണം സ്വർണ്ണല്ലേ. നമുക്ക് അത്ര ഉള്ളൂടോ ദൈവം. ഞാൻ എപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യം എന്നറിയോ, നമുക്കൊക്കെ നമ്മുടെ ദൈവം ഏഴാം കൂലിയാ, എല്ലാം കഴിഞ്ഞിട്ടുള്ളവൻ. അതുകൊണ്ടാണ് ഇന്ന് കുടുംബത്തിൽ ഇത്രയും പ്രശ്നം. എൻ്റെ ജോലി കഴിഞ്ഞിട്ടല്ലേ ദൈവമുള്ളൂ. ജോലി ദൈവത്തിനെ വിളിക്കണ നേരത്തെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി എടുക്കോ? ദൈവം എടുക്കോ? ജോലി എടുക്കും. 10 പൈസ കിട്ടുകയാണെങ്കിൽ ആ പൈസയ്ക്ക് കിട്ടുന്ന കാര്യത്തിന് പോവും, ദൈവത്തിൻ്റെ കാര്യത്തിന് പോവില്ല. സൺഡേ കാറ്റഗിസം, ഒരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോവോ? സൺഡേ കാറ്റഗിസത്തിന് ഇരിക്കോ? കല്യാണത്തിന് പോവും. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, പള്ളി പോണ സമയത്ത്, ബലിവേദിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു മൊബൈൽ ഫോൺ വരാ, നിങ്ങൾ എടുക്കില്ലേ? ഹോ ഹോ ചിന്തിച്ചോക്ക്. ഞാൻ പള്ളി പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, എൻ്റെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എനിക്കൊരു കോള് വരാ, അനോണിമസ് കോളാ, പേര് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ എടുക്കില്ലേ? എടുക്കും. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളടോ ദൈവത്തിന്. നിങ്ങൾ ഓർത്തോക്കെ, ഒരു പോലീസ് ഓഫീസറുണ്ട്, വേണ്ട ഈ വികാരി അച്ഛൻ്റെ മുമ്പിൽ പോയി നിങ്ങൾ ഇരിക്കുക. അച്ഛൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ 2-3 പ്രാവശ്യം റിങ് ചെയ്യുക, നിങ്ങൾ എടുക്കോ? നിങ്ങൾ പറയും അച്ഛാ. അപ്പം അച്ഛൻ തന്നെ പറയാ, പ്രാവശ്യം പറയാ, ചേട്ടായി അത് എടുത്തോ? അപ്പോഴും പറയാം, എന്താ പറയും? വേണ്ടട്ടാ അച്ഛാ, ഞങ്ങളിത് കഴിഞ്ഞിട്ട് വിളിച്ചോളാം. ഈ അച്ഛന് മുമ്പിൽ പോലും നിങ്ങൾ അങ്ങനെ പെരുമാറുന്ന നിങ്ങൾ എന്തേ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ പെരുമാറാത്ത? എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം എന്താ പറയാത്ത? എൻ്റെ ആരാധന കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചോളാം എന്ന് ചിന്തിക്കാത്ത? എൻ്റെ മെസ്സേജ് ഞാൻ ആരാധന കഴിഞ്ഞിട്ട് നോക്കിക്കോളാം എന്ന് ചിന്തിക്കാത്ത? പറ ഉത്തരം. ദൈവത്തിനാണോ ഒന്നാം സ്ഥാനം? അപ്പോ അറിയാത്തൊരു കോളിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പോലും നിന്റെ ദൈവത്തിനില്ലേ? പണ്ട് ഈ സാധനം ഉണ്ടായിരുന്നില്ല കയ്യിൽ, അതുകൊണ്ട് പള്ളിയുടെ അകത്ത് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ചിന്തിക്ക്. അച്ഛൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയണേ, ഒന്നാം സ്ഥാനം നീ ദൈവത്തിന് കൊടുക്കുക. എന്തിനേക്കാളധികം നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെയും വേദനകളുടെയും സഹനങ്ങളുടെയൊക്കെ ഉത്തരം ദൈവം തരും. എന്തെല്ലാം ജീവിതത്തിൽ തിരക്കുണ്ടെങ്കിലും ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ദൈവാശ്രയ ബോധം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പാടുന്നില്ലേ, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും, കുഞ്ഞുനാളിൽ മതി. ജീവിതത്തിലും മറക്കരുത് ദൈവത്തെ. എന്തിനേക്കാളും നീ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ ജീവിതം രക്ഷപ്പെടും. നീ വിചാരിക്കാത്ത നിന്റെ പ്രശ്നങ്ങൾ പോലും നിന്നിൽ നിന്ന് അകറ്റപ്പെടുന്നതായിട്ട് നിനക്ക് തോന്നും. നിങ്ങൾ ഓർത്തോക്കെ, കാനായിലെ കല്യാണ വീട്ടിലെ ആ അപ്പൻ വളരെ സങ്കടപ്പെട്ട നിൽക്കണേ, വീഞ്ഞ് തീർന്നു പോയി. നിങ്ങൾ ഓർത്തോക്കെ, നമ്മളൊരു വീട്ടിൽ കല്യാണം നടത്തുന്നു, ഭക്ഷണത്തിന് ആൾക്കാരെ വിളിക്കുന്നു, ഭക്ഷണം തികയുന്നില്ല, എന്തു ചെയ്യും? പുറത്തിറങ്ങണ നാട്ടുകാർ പറയും, ഓ അവനൊരു കല്യാണം വിളിച്ചിട്ട് ഭക്ഷണം തരാത്തൊരു കല്യാണം, നാണമില്ലാത്തൊരു കുടുംബം, എന്തൊക്കെയായിരിക്കും പുകല്. അങ്ങനെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരപ്പൻ്റെ വീട്ടിൽ നിങ്ങൾ ചിന്തിക്കണം, ആ അപ്പൻ്റെ ഏറ്റവും വലിയ കരുതലും ആ അപ്പൻ്റെ ഏറ്റവും വലിയ തണലും അവിടെ ഈശോയും മാതാവും ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളതാ.
അവൻ വിചാരിക്കാതെ തന്നെ ആ സങ്കടം ദൈവം അതിനേക്കാളും 100 ഇരട്ടി മധുരമുള്ളതാക്കി കൊടുക്കുക അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അവിടെയാ ഈ അമ്മയുടെ സ്ഥാനം. ഈശോയുള്ളപ്പോൾ, ശിഷ്യന്മാരുള്ളപ്പോൾ, മാതാവുള്ളപ്പോൾ നിന്റെ കുടുംബം ഇതുപോലെ സങ്കടപ്പെടില്ല. അപ്പം അതുകൊണ്ട് അച്ഛൻ ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്തെന്നറിയോ? ദൈവാശ്രയ ബോധം ഉണ്ടാകണം നിങ്ങളുടെ കുടുംബത്തിൽ. എന്തിനേക്കാളുപരി ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഞാനൊരു 1000 രൂപയ്ക്ക് ഒരു ദിവസം പണിയാ, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് പണിയാ. ഈ 10,000 രൂപ പണിതിട്ട് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കൊച്ചിന് അസുഖം ഉണ്ടെങ്കിൽ ഈ 10,000 രൂപ കയ്യിലിരിക്കോ? ഉത്തരം പറ. കയ്യിലിരിക്കോ? ഇല്ല. ഈ എൻ്റെ കൊച്ചിന് അസുഖം വരാതെ നോക്കണതാരാ? ദൈവ. നിങ്ങൾ എന്തിയാ അത് ചിന്തിക്കാത്ത? ഞാൻ 10,000 രൂപയ്ക്ക് പണിക്ക് പോയി, എൻ്റെ കുടുംബത്തിൽ കയറി വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ഈ 10,000 രൂപയെ കെട്ടിപ്പിടിച്ച് നിങ്ങൾ കിടന്നുറങ്ങോ? ആ സമാധാനം തരുന്നത് ദൈവ. നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കണം, ദൈവം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയണേ, 1ാം സ്ഥാനം ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ഇരുന്ന് മടുത്താ ഇരുന്ന് ബോറടിക്കണ്ടോ? എഴുന്നേറ്റിക്കണോ? ഓ, ഒരു തലയോണകളും കിട്ടിയ കിടന്നുറങ്ങും. 2ാമത്തെ പോയിന്റ്, അച്ഛൻ പെട്ടെന്ന് പോവാം, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിശക്കുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് ഉപവാസമൊക്കെ അല്ലേ? രാവിലെ കഴിച്ചാ? നല്ല തീറ്റ നിന്നിട്ടിരിക്കുകയാണല്ലേ? വെറുതെ അല്ല. ഞാൻ വിചാരിച്ചു ഈ 8 നോമ്പിനൊക്കെ നിങ്ങൾ ഉപവാസമൊക്കെ. ഞാനൊക്കെ രാവിലത്തെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഈ ഓടി വന്നേക്കണേ. ഞാനിപ്പോഴും വെള്ളം കുടിച്ചോണ്ടിരിക്കും. ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം തരാമെന്ന് അബ്രഹാച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ അല്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടോ? ഇവിടെ തന്നെ 3 നേരം തിന്നിട്ടുണ്ട് തിരുനാൾ ആഘോഷിക്കാൻ വന്നേക്കണേ. പറ്റിയ തിരുനാൾ കേട്ടോ. നിങ്ങൾ കർത്താവിനെ പ്രതി എന്തെങ്കിലുമൊക്കെ ഉപവാസമൊക്കെ എടുക്കണം കേട്ടോ. ഞാൻ തമാശ പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ, നോ പ്രോബ്ലം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ കേട്ടോ. 1ാമത്തെ കാര്യം, ഇപ്പം എന്തിനും 1ാം സ്ഥാനം കൊടുക്കണം കുടുംബത്തിലെ? ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. ദൈവം കഴിഞ്ഞിട്ട് മതി എന്തും. ഞാൻ എപ്പോഴും ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യം അറിയോ? 24 മണിക്കൂറിൽ നീ ദൈവത്തിന് 1 മണിക്കൂർ കൊടുത്താൽ ബാക്കി 23 മണിക്കൂർ അവൻ നിന്നെ നോക്കും. 24 മണിക്കൂറിൽ 1 മണിക്കൂർ നീ ദൈവത്തിന് കൊടുത്താൽ ബാക്കി 23 മണിക്കൂറും ദൈവം നിന്നെ നോക്കും. നിങ്ങൾ ഓർത്തൊക്കെ, അവനൊരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ണെടുത്താൽ തീരും നീ പറയണ നിന്റെ തിരക്കൊക്കെ. ശരിയല്ലേ? ഒരു അറ്റാക്ക് വന്നാൽ തീർന്നില്ലേടവേ? ഒരു ആക്സിഡൻറ്റ് വന്നാൽ തീർന്നില്ലേ? പോകുമ്പോൾ നാളെ നിങ്ങൾ എന്ത് ജീവിച്ചിരിക്കുന്നത് എന്താ ഉറപ്പ്? ഈ കെട്ടിപ്പൊക്കണ സൗധങ്ങളൊക്കെ എന്ത് ചെയ്യും? അവനുണ്ടാവണ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ചിന്തിക്ക്, അപ്പം ഉത്തരം കിട്ടും. ഈ തലയിൽ മൂള ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ ഇതുള്ളൂ, അവനുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളൂ, അവനുണ്ടെങ്കിൽ എനിക്കുള്ളൂ, അവനില്ലേ ഞാനില്ലടോ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? കൊട്ടത്തേങ്ങ പോലെ ഇരിക്കുക. ദൈവം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ ബൈബിളിൽ കൃത്യമായിട്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് അവൻ പറഞ്ഞു വെച്ച വചനങ്ങൾക്കൊക്കെ ശക്തിയുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? ദൈവത്തെ കൂടാതെ നിങ്ങൾ ഇറങ്ങി തിരിച്ചു നോക്കിയേ, തോറ്റുപോവും. എവിടെയെങ്കിലൊക്കെ ഇടിച്ചങ്ങോട്ട് നിൽക്കും, കയറിപ്പോവില്ല. ദൈവത്തെ കൂട്ടുപിടിച്ച് ഇറങ്ങി തിരിച്ചു നോക്കിയേ, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം നടത്തി തരും. കാരണം എന്താണെന്നറിയോ? അവനെ നമുക്ക് വേണ്ടി ഓടണേ, വേറെ ആരുമില്ല. അവനെ നമുക്ക് വേണ്ടി ജീവിക്കണേ, വേറെ ആരുമില്ല. ഞങ്ങളൊക്കെ അതുകൂടി പറഞ്ഞിട്ട് അച്ഛൻ 2ാമത്തെ പോയിന്റിലേക്ക്, ഞങ്ങളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാരിൽ പോണതാ. 10ാം ക്ലാസ് കഴിഞ്ഞ് സെമിനാർ, നിങ്ങൾക്കറിയാലോ 10-12 വർഷം പഠിക്കണം ഞങ്ങൾക്ക് സെമിനാരിയിൽ, എന്നാൽ അച്ഛനാവുള്ളൂ. ഞങ്ങൾ സിറോമന പരസഭയിൽ 12 വർഷം 13 വർഷമൊക്കെ പഠിക്കണം. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സെമിനാരിൽ പോയതാ. ഞങ്ങൾ ഈ +1 പഠിക്കുന്നത് പുറത്തെ കോളേജിലാണ്. അന്ന് ഞങ്ങൾക്ക് പ്രോജക്റ്റും അസൈൻമെൻറ്റും എല്ലാ പണിയുണ്ട്. സെമിനാറിലാണെങ്കിൽ അതിനുപോലെ പണിയും. 3 മണിക്കൂർ പ്രാർത്ഥന, 1 മണിക്കൂർ ജോലി, അരമണിക്കൂർ കളി, പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോഴേക്കും പഠിക്കാൻ കിട്ടുന്ന സമയം 1 മണിക്കൂറാണ്. 1 മണിക്കൂർ പ്രോജക്റ്റ് വർക്ക് ചെയ്യണം, അസൈൻമെൻറ്റ് വർക്ക് ചെയ്യണം, സെമിനാർ ചെയ്യണം. ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. മിക്കവാറും കോളേജിൽ ചെല്ലുമ്പോൾ കൊമേഴ്സ് മാത്സ് ഞാൻ എടുത്തേ. മിക്കവാറും കോളേജിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ സെമിനാർ ചെയ്യാനിട്ട് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കിയിരുത്തും. എപ്പോഴും ചോദിക്കും, എന്തുട്ടിനെ നിങ്ങൾ വന്നേക്കണേ? അച്ഛൻകുട്ടികളല്ലേ നിങ്ങൾ 14 പേര്,
7 പേര് മാത്സിൽ, 7 പേര് കൊമേഴ്സിലായിരുന്നു, കമ്പ്യൂട്ടറിലായിരുന്നു. 7 പേര് ഞങ്ങളോട് ചോദിക്കും, ഞങ്ങളുടെ ടീച്ചർമാർ 7 അച്ഛൻകുട്ടികളല്ലേ, എന്തുട്ടാ പഠിച്ചോണ്ടേ സെമിനാർ ചെയ്യട്ടെ. അപ്പം ഞങ്ങൾ പറയും, ടീച്ചറെ സമയമില്ല, പ്രാർത്ഥിക്കാൻ തന്നെ 3 മണിക്കൂർ പോവും, സമയമില്ല. പക്ഷേ ഈ സമയമില്ല എന്ന് പറയുന്നത് ഞങ്ങൾ എവിടെയെങ്കിലൊക്കെ സമയം കണ്ടെത്തി ചെയ്തൊക്കെ കൊടുക്കും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്നറിയോ, അവസാനം മെയിൻ എക്സാം വരുമ്പോൾ ഫസ്റ്റ് നിൽക്കണ 7 പേര് ഞങ്ങൾ 7 പേരാ. അത് മൊത്തം പഠിച്ചിട്ടൊന്നുമല്ല, മൊത്തം പഠിച്ചിട്ടുണ്ടാവില്ല. പഠിക്കുന്ന കാര്യത്തോട് ദൈവത്തോട് പറയും, ദൈവമേ പഠിക്കാൻ ഇത് മാത്രമായിട്ട് നേരമുള്ളൂ, തന്നേക്കണോട്ടോ, ഇത് ചോദിച്ചേക്കണോട്ടോ. കൃത്യം ഞാനാ നിങ്ങളോട് പറയണേ, ആ 7 പേർക്കായിരിക്കും ഫസ്റ്റ്. ഞങ്ങളെ പുറത്തെടുത്ത ടീച്ചർമാർ ചോദിക്കും, എന്തൊക്കെ ചെയ്തു വന്നാലും ഇതുങ്ങൾക്കല്ല ഫസ്റ്റ് എന്ന്. ഒറ്റ ഉത്തരവുള്ളൂ, ആരുണ്ട് കൂടെ? ദൈവമുണ്ട്. അവൻ തോക്കാൻ സമ്മതിക്കില്ലടോ. ദൈവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചു നോക്കുക. ആ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് നിങ്ങളുടെ മക്കളോട് പറയും, ആ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് നീ പഠിക്കുന്നു, മക്കൾ രക്ഷപ്പെടണം. ഇങ്ങനെ ഇരിക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പോവാം. രണ്ടാമത്തെ കാര്യത്തിലേക്ക് കേട്ടോ. ജീവിതത്തിൽ രണ്ടാമത്തെ കാര്യം, കുടുംബജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം, കുറ്റം പറയരുത്. ഭർത്താവ് ആരുടെ കുറ്റം പറയരുത്? എന്തോ? ഭർത്താവ് ആരുടെ കുറ്റം പറയരുത്? ശബ്ദം പൊന്തണില്ല. ഭർത്താവ് ആരുടെ കുറ്റം പറയരുത്? ആ വായൊന്ന് മൊഴിഞ്ഞേ. ആ വീട്ടിൽ പറയണ തെറിയുടെ പാതി ശബ്ദം മതി. നിന്റെ അപ്പൻ്റെ വകയാണോടി? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ അങ്ങനെയൊന്നും പറയില്ലല്ലേ? നിങ്ങൾ വീട്ടിൽ അങ്ങനൊന്നും പറയില്ലല്ലേ? ഓ, എനിക്കറിയാമായിരുന്നു. വെൺമണിയിൽ മോളെ, പുന്നാരെ അല്ലേ, മോളുടെ മുമ്പിൽ വേറൊക്കെ വരും, മൈ, പൂ, എന്തെങ്കിലാവട്ടെ. നിങ്ങളൊന്ന് ഇവിടെ അങ്ങനെ പൂ കുട്ടിയൊക്കെ വിളിക്കുമോ? ഞാനൊരു പൂ തരാമെന്ന് പറഞ്ഞേ കേട്ടോ, വേറെ ഒന്നല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊക്കെ ഒച്ചപ്പാടോ വരണേ. അതുകൊണ്ട് ഉച്ചത്തിൽ പറ, ഭർത്താവ് ആരുടെ കുറ്റം പറയരുത്? ഭാര്യയുടെ. ഭാര്യ ആരുടെ കുറ്റം പറയരുത്? ഭർത്താവിൻ്റെ. ജീവിതത്തിൽ ഒരിക്കലും പറയരുത്. നമുക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ജോസേട്ടൻ സൂപ്പർ, തോമസ് ഏട്ടൻ സൂപ്പർ, എൻ്റെ കിഴങ്ങൻ. അപ്പുറത്തെ വീട്ടിൽ ജോസേട്ടൻ നോക്കുമ്പോൾ മേഴ്സിക്കുട്ടി, എൻ്റെ സൂപ്പർ കറിയ മേഴ്സിയുടെ, അവളുടെ സൗന്ദര്യം, എൻ്റെ കിഴങ്ങത്തി. ഇടവൈ നിങ്ങളെ വെച്ചിട്ട് തമ്പരാൻ തന്നേക്കണ ഏറ്റവും ബെസ്റ്റാണത്. ഇതിനേക്കാളും വലിയ ബെസ്റ്റ് ഇല്ല. നിങ്ങളുടെ സ്വഭാവം വെച്ച് ചിലപ്പോൾ മേഴ്സിക്കുട്ടീനെ കെട്ടിങ്ങി അവൾ പിറ്റേ ദിവസം ചട്ടകത്തിന് അടിച്ച് കൊന്നേനെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി തന്നേക്കണതാ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള കഴിവുകളുണ്ടെന്ന്? ഇല്ലടോ, എല്ലാവർക്കും കുറവുകളുണ്ട്, പോരായ്മകളുള്ള മനുഷ്യരെല്ലാവരും. നിങ്ങൾ വിചാരിക്കും അപ്പുറത്തെ വീട്ടിലെ ജോസേട്ടനാ സൂപ്പറിന്. ആ ജോസേട്ടൻ്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്ക്, അപ്പം കാണാം ജോസേട്ടൻ്റെ ഭാര്യ, എൻ്റെ പൊന്നു മേഴ്സിയേ, അപ്പുറത്തെ വീട്ടിലെ ലൂയിസേട്ടനാ സൂപ്പർ. നമ്മൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. എന്തുട്ടിനെ കുറ്റം പറയുന്നത്? ഞാൻ എപ്പോഴും ഭർത്താക്കന്മാരോട് പറയും, നിങ്ങൾ ഒരിക്കലും ഭാര്യയെ മറ്റൊരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യരുത്. നീ അപ്പുറത്തെ പെണ്ണിനെ കണ്ടുപിടിക്കടി, ബോധമില്ലാത്തവളെ മണ്ടി. അതോടൊപ്പം തന്നെ പറയാ, കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത്. നിന്റെ തള്ളയ്ക്ക് എന്തറിയാം? കൊച്ചിനോട് ചോദിക്കണേ, നിന്റെ തള്ളയ്ക്ക് എന്തറിയാം? അപ്പൊ കൊച്ചനെ ചിന്തിക്കും, ഒന്നും അറിയില്ലല്ലേ ഈ തള്ള. ചിലപ്പോൾ വിളിക്കും മരക്കഴുത. അപ്പൊ കൊച്ചി നിൽക്കും, കഴുതയുടെ ഒക്കെ ജന്മമുണ്ട് എൻ്റെ അമ്മ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ചില അമ്മമാര് ഭർത്താക്കന്മാരോട് പറയില്ലേ, ശരി എന്ന് ചിന്തിച്ചു നോക്കി. എന്തുട്ട് കൊള്ളം മണങ്ങൊണാഞ്ചൻ, ബോധമില്ലാത്ത ഭർത്താവ്. അപ്പൊ മക്കൾ കേട്ടോണ്ടിരിക്കുക, ബോധമില്ല, നമ്മുടെ അപ്പന് ബോധമില്ലല്ലേ. മക്കളുടെ മുമ്പിൽ കിടന്ന് ഇതുപോലത്തെ വർത്താനം പറയരുത്, കുറ്റം പറയരുത്, നല്ലത് പറ. പണ്ടൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അപ്പം കുടിച്ചു വന്നാലും അമ്മ നോക്കിയിട്ട് പറയും, ദേ അപ്പം കുടിക്കുമ്പോൾ മാത്രമായിട്ട് അങ്ങനെയുള്ളൂ, നമ്മുടെ അപ്പൻ സൂപ്പറാട്ടാ. 2 അടി അടിച്ചാലും പറയും, ഇന്നാ തോട്ടങ്ങ അങ്ങട് വന്നേക്കണ സാധനം എന്തിനു കൊള്ളാം, മനുഷ്യന് സമാധാനം കളയാൻ. കൊച്ചതൊക്കെ കേൾക്കാല, വളരണ കൊച്ച്. പറയരുത്. നിങ്ങൾക്കിനി വഴക്ക് കൂടിയാൽ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? വരുമ്പോൾ തന്നെ വഴക്ക് കൂടണമെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരെ ഇതൊറ്റ കാര്യം ചെയ്യുക, വഴക്ക് കൂടുന്നു തോന്നിയാൽ ആ തോളത്ത് കൈയിടുക, ഇങ്ങനെ തന്നെ പിടിക്കുക. ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് നേരെ നിങ്ങളുടെ മുറിയിലേക്ക് കൊണ്ടുപോവുക, അകത്തങ്ങോട്ട് കയറ്റുക.
ആ കുറ്റി അങ്ങോട്ട് അടയ്ക്കുക, കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ആവശ്യത്തിന് കൊടുത്തു കഴിയുമ്പോൾ അതുപോലെ തന്നെ ആ കുറ്റിയുടെ കുറ്റി അങ്ങോട്ട് അടയ്ക്കുക, അതുപോലെ തന്നെ തോളത്ത് കൈയിടുക, കൊണ്ടുവരിക പൊന്നാരേന്ന് വിളിച്ചോണ്ട്. പിള്ളേരുടെ മുമ്പിൽ കടന്ന് കീഴ് കൂടരുത് ഈ സാധനം. ഭയങ്കര ഡേഞ്ചറത്, ഭയങ്കര ഡേഞ്ചറാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. കുറ്റം പറയരുത്, ഭർത്താവ് ഭാര്യയുടെ കുറ്റം പറയരുത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാ. പണ്ടൊക്കെ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മുഖത്ത് നോക്കാനോ 2 വാക്ക് പറയാനോ പേടിയായിരുന്നു. ഇന്ന് പേടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ബഹുമാനം, സ്നേഹത്തോടെയുള്ള ബഹുമാനമൊക്കെ മതി, അതൊന്നും ഞാൻ പറയത്തില്ല. നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള സന്നദ്ധതയും ഇന്നത്തെ കാലഘട്ടത്തിൽ കാണിക്കണം. പണ്ടത്തെ പോലെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കരുത്, അതൊന്നും ഞാൻ അച്ഛൻ പറയുന്നില്ല. നിനക്കൊരു ഫ്രീഡം ഉണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ ഭർത്താക്കന്മാരെ ദൈവത്തെ തുല്യം കണ്ടുകൊണ്ടിരുന്ന, അതുപോലെ ബഹുമാനിച്ചിരുന്ന ഒരു ജനതയായിരുന്നു നമ്മളൊക്കെ. ഇന്ന് ചില വീട്ടിലൊക്കെ ഭർത്താവിനെ ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ എന്ത് വിളിക്കണേ, ഇച്ചായ എന്നൊക്കെയാണോ? ബിന്ദുവെച്ച് എന്നിട്ട് വിളിക്കണേ ചായ, ഇച്ചായ, പറ്റ ഇച്ചായ. ചിലയിടത്ത് ഇച്ചായെന്ന് വിളിക്കും, ചിലയിടത്ത് ചേട്ടാന്ന് വിളിക്കും. ഇന്ന് വിളിയൊക്കെ മാറി, നിങ്ങൾക്കറിയോ? ചില വീട്ടിലൊക്കെ വിളിക്കുന്നത് ദേ 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 എന്തൊട്ട് ഈ ദേ. പിന്നെ വിളിയുണ്ട്, പിന്നെ 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 എന്തൊട്ട് പിന്നെ. ഇപ്പം ന്യൂ ജനറേഷൻ വിളി വേറെ കൂടിയുണ്ട്, കൊച്ചിൻ്റെ അപ്പ, കൊച്ചിൻ്റെ അപ്പ. അപ്പം ഈ പുള്ളിക്കാരത്തിയുടെ ആരേ പുള്ളി? കൊച്ചിൻ്റെ അപ്പൻ. അതിനേക്കാളും വിളി കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ, ഞാൻ വീട് വെഞ്ചിരിക്കാൻ ചെന്നേക്കാ, ഭാര്യ പറയാ ഷാജി. ഈ പൊട്ടൻ ഷാജി ചാടി വരാ, അപ്പ കൊടുത്തന്നെ 2 വന്നിട്ട് പറയാ ഷാജി ലേറ്റ് ഇട്. ഇപ്പൊ പൊട്ടൻ ഷാജി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എൻ്റെ ഒക്കെ വീട്ടിൽ ഒറ്റ പ്രാവശ്യം വിളിക്കുള്ളൂ പേര്, ഷാജി. അതാണെങ്കിൽ നിൽക്കാൻ ഒരു ഭർത്താവ്. ഷാജി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എല്ലാം മാറി തുടങ്ങിടവേ. കുറ്റം പറയരുത്, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ ഭാര്യയുടെ കുറ്റം പറയരുത്. നല്ലോണം ചേർത്ത് പിടിച്ച് സ്നേഹിച്ചു നോക്കിയേ. ഇടവേ കുറവുകളൊക്കെ ഉണ്ട്, വഴക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ കുടുംബജീവിതത്തിലുള്ളതാ കേട്ടോ. നല്ലത് പറ, നല്ലത് പറ. ആ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ അരപ്പ് വരെ തിന്നിട്ട് ഉപ്പില്ല, മുളകില്ല, അരപ്പ് വരെ ഇത് ഇവിടെ കയറിക്ക. ചില ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ നോക്കണ്ട കേട്ടോ. നിങ്ങളല്ലായിരിക്കും അല്ലേ? ശരിയായിരിക്കും, വേറെ വലിയ ഭർത്താക്കന്മാരായിരിക്കും നോക്കിയേ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങളിന്ന് ചിന്തിച്ചു നോക്ക്. ആ ഒരു മുടി കണ്ട അപ്പോഴേക്കാ ചോറ് തള്ളിക്കളിയില്ലേ? ഒരു മുടി കണ്ടെന്ന് വെച്ചാൽ നുട്ടാ, ഒരിച്ചിരി ഉപ്പ് കൂടിയെന്ന് വെച്ചാൽ നുട്ടാ, ഒരു മുളക് കൂടിപ്പോയിന്ന് വെച്ചാൽ നുട്ടാ, ഇച്ചിരി എരിവ് കുറഞ്ഞു പോയിന്ന് വെച്ചാൽ എന്താ, ഇറങ്ങില്ലേ? നിങ്ങൾ സൂപ്പറാട്ടോ, നിങ്ങളെക്കുറിച്ചല്ല. നിങ്ങൾക്കത് കുഴപ്പമുണ്ടോ? മുടി കണ്ട കുഴപ്പമുണ്ടോ? ഓ ഓ ഹേയ് ഇല്ല. ഉവ്വ, ആ ചേച്ചി അവിടെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, എടാ പോയി കുറവുകളും കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. നല്ലത് പറ. നല്ലത് പറയാൻ വേണ്ടി ഞാൻ 4 വേർഡ് പഠിപ്പിക്കാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവാ. നമുക്കൊരു 1:15 വരെ പറ്റുമോ? 1:30 വരെയോ? നിങ്ങൾക്ക് പോണ്ടല്ലേ? എനിക്ക് വൈകുന്നേരം ധ്യാനം ഉണ്ട് കേട്ടോ, അടുത്ത പള്ളിയിൽ. എല്ലാ ദിവസവും കൺവെൻഷൻ. നിങ്ങൾക്ക് മടുത്തില്ലേ? നിങ്ങൾ എന്നെ കൊണ്ടേ പോവല്ലേ? എന്നെ ക്രൂശിച്ച് അടക്കി വാണിട്ട പോകണല്ലേ? ഊറ്റി കുടയ്ക്കാനിരിക്കുക പല നിങ്ങൾ. എന്തെങ്കിലും ആവട്ടെ, എന്നെക്കൊണ്ട് പറയാവുന്നതിൻ്റെ പറയാം. ഞാൻ പറഞ്ഞോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് കുടുംബജീവിതത്തെക്കുറിച്ച് പറയാൻ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും കുടുംബസംഗമത്തിന് വിളിക്കാറുണ്ട്, അതുകൊണ്ട് പറയണതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കുറ്റം പറയാതെ ജീവിക്കാൻ ഞാൻ 4 വേർഡ് പഠിപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉപയോഗിക്കേണ്ട പദ കേട്ടോ. 4 വേർഡ്. ഒന്നാമത്തെ വേർഡ് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പറയണം, വാവു എന്ന് പറഞ്ഞേ. എൻ്റെ മുഖത്തേക്ക് നോക്കി, എല്ലാം എൻ്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയണം, വാവു എന്ന് പറഞ്ഞേ. നിങ്ങൾ പറയുന്നത് ആവു, അത് ഗ്യാസാ. അതല്ല, അത് പറഞ്ഞാൽ അപ്പം അടി കിട്ടും. നിങ്ങളിങ്ങനെ പറ, വാവു വാവു
ബിന്ദു ചേച്ചി നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നാളെ യോഹന്നാൻ ചേട്ടൻ്റെ അടുത്ത് ചായ ആയിട്ട് ചെല്ലുമ്പോൾ യോഹന്നാൻ ചേട്ടൻ എന്ത് പറയണം? വാവ്, വാട്ടേ ചായ. വാട്ട ചായ അല്ല, വാട്ടേ ചായ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വാവ് പറയണം. അത് ഭയങ്കര സുഖമാണോ വൈടാ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമുക്ക് കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ചേച്ചി കൊന്നേ, ചേച്ചി കൊണ്ട് ഇടുവാ. സുന്ദരിയാ, പേര് പറഞ്ഞേ. രാജി. രാജി. രാജി ചേച്ചി. രാജി ചേച്ചിയുടെ കുറ്റം പറയുന്നവർ രാജി ചേച്ചിക്ക് ഇഷ്ടമാണോ? എനിക്കിഷ്ടമല്ല അച്ഛാ. ഇഷ്ടമല്ല. രാജി ചേച്ചി കുറ്റം പറയോ? ഞാൻ കുറ്റം പറയത്തില്ല, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഞാൻ വഴക്ക് പറയും. കുറ്റമൊന്നും പറയില്ല. കുറ്റമൊന്നും പറയില്ല. ഇല്ലച്ചാ. സത്യമായിട്ടും ഞാൻ ജീവിതത്തിൽ കുറ്റം പറയാത്ത ഒരാളെ ആദ്യമായിട്ട് കണ്ടതാ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ വരെ കുറ്റം പറയൂ. ഈ രാജി ചേച്ചി കൊള്ളാട്ടോ. ഇവിടെ കുറേ വിശുദ്ധന്മാരുണ്ട് കേട്ടോ, വിശുദ്ധകളും കേട്ടോ. ബിന്ദു ചേച്ചി തട്ടണ്ടല്ലോ. ബിന്ദു ചേച്ചി കൂടെ വന്നേ. ബിന്ദു ചേച്ചി കൂടെ വന്നേ. അല്ല, രാജി ചേച്ചി അല്ല, രാജി ചേച്ചി അവിടെ ഇരുന്നോ? ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് സന്തോഷമായി കേട്ടോ. ബിന്ദു ചേച്ചി വന്നേ. ഇത് തരാ ഷിൻസി. ബിന്ദു ചേച്ചി ഇതാ. ഇതാണ് ബിന്ദു. പേര് മാറിപ്പോയി ബിന്ദു ചേച്ചി, സോറി കേട്ടോ. ഷിൻസി ചേച്ചി, കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? ഇഷ്ടമല്ല. 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 ബിന്ദു ചേച്ചി കുറ്റം പറയോ? പറയും. ആ, എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടം. നമ്മൾ ഒരേ ടൈപ്പ് ഉള്ളവരാ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങൾക്ക് കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? ആണോ? തോമസ് ഏട്ടാ, സ്റ്റാൻഡപ്പ്. ഇങ്ങോട്ട് വാ, ഉദ്ഘാടനം വെച്ച് വന്നേക്കാം. അങ്ങോട്ട് വാ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സമയമുണ്ടോ വീട്ടിൽ? കുറ്റം പറയുന്നവർ ഇഷ്ടമാണോ? കുറ്റം പറയുന്നവരെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അല്ല. തോമസ് ഏട്ടൻ കുറ്റം പറയോ? കഴിവതും പറയത്തില്ല. പറയാറില്ല. കഴിവതും പറയും. പറയാറില്ല. കഴിവതും പറയാറില്ല. ഒന്ന് പോ തോമസ് ഏട്ടാ. കഴിവതും പറയാറില്ല, സംഭവിച്ചു പോകാറുണ്ട്. കഴിവതും പറയാറില്ല, പക്ഷെ സംഭവിക്കാവുന്ന ദിവസങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ. ഈ മനുഷ്യൻ നല്ല